റേഷ്യോ ആൻഡ് പ്രപ്പോർഷൻ എന്ന ചാപ്റ്ററിൻ്റെ 4ാമത്തെ ഭാഗമാണ് നമ്മൾ ചെയ്യുന്നത്. ഇതാണ് നമ്മൾ ചെയ്യുന്ന അവസാനത്തെ ഭാഗം. ഓക്കെ, റേഷ്യോ ആൻഡ് പ്രപ്പോർഷൻ ഒരിക്കലും തീരുന്നില്ല. ഇത് ക്വാണ്ടിറ്റി ആപ്റ്റിറ്റ്യൂഡിൽ നമ്മളൊരു ടൂളായിട്ട് ഉപയോഗിക്കുന്ന സാധനമാണ്. അതായത് നമ്മൾ അഡിഷനും മൾട്ടിപ്ലിക്കേഷനൊക്കെ പോലെ ഒരു ടൂളായിട്ട് ഇനി അങ്ങോട്ട് ക്വാണ്ടിറ്റിയിൽ ആവശ്യമുള്ളൊരു സാധനമാണ് റേഷ്യോ പ്രപ്പോർഷൻ. അതിപ്പം പല ചാപ്റ്റേഴ്സിൽ മിക്സർ ആൻഡ് അലിഗേഷൻ, പാർട്ട്ണർഷിപ്പ്, ടൈം ആൻഡ് സ്പീഡ്, ആവറേജ്, പേഴ്സൻറ്റേജ്, ഇത്തരം ചാപ്റ്റേഴ്സിൽ ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള കോൺസെപ്റ്റ് നമുക്ക് അവിടെ അപ്ലൈ ചെയ്യേണ്ടി വരും. ഓക്കെ, നമ്മളിവിടെ ഡിസ്കസ് ചെയ്ത് 4 ചാപ്റ്ററായിട്ട് ഡിസ്കസ് ചെയ്തത് ബേസിക് കോൺസെപ്റ്റ് കിട്ടുന്ന അല്ലെങ്കിൽ പക്ക റേഷ്യോ പ്രപ്പോർഷൻ എന്ന രീതിയിൽ ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഈ ഒരു ബേസിക് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യാം, തറോ ആക്കുക, ഈ ക്വസ്റ്റ്യൻസ് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. ഓക്കെ, ഇതിന് ബേസ് ആയിട്ട് നമുക്കിനി കൂടുതൽ മിക്സ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആ ചാപ്റ്റർ എടുക്കുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്യാം. ഓക്കെ, നമുക്ക് ഡയറക്റ്റ് ഇന്നത്തെ പാർട്ടിലെ ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, Rs 5600 is to be divided among A, B, C, D in such a way that the ratio of share A is to B is 1:2, B is to C is 3:1, C is to D is 2:3. Find the share of A plus B. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. എന്താ ചെയ്യേണ്ടത്, നമുക്ക് A is to B is to C is to D 4 ടേം ഉണ്ട്. അതിൻ്റെ എന്ത് ചെയ്യണം, റേഷ്യോ എത്രയാണ്, A is to B is to C is to D ഒരുമിച്ച് കണ്ടുപിടിക്കാം. നമുക്ക് തന്നിട്ടുള്ള സെപ്പറേറ്റ് ആയിട്ടാണ്. A is to B 1:2, B is to C അല്ലേ. A is to B തന്നിട്ടുണ്ട് 1:2 എന്ന് തന്നിട്ടുണ്ട്. B is to C എന്ന് പറയുന്നത് 3:1 എന്ന് തന്നിട്ടുണ്ട്. C is to D എന്ന് പറയുന്നത് 2:3 എന്ന് തന്നിട്ടുണ്ട്. നമുക്ക് A is to B is to C is to D ആണ്. A is to B is to C is to D എങ്ങനെയാണ് ഒരുമിച്ച് കണ്ടുപിടിക്കാം, എന്താ ചെയ്യാം, ആദ്യം നമ്മൾ പറഞ്ഞു A is to B is to A കാണാൻ വേണ്ടിയിട്ട് ഈ ലെഫ്റ്റ് സൈഡിൽ ഈ 3 കൂടെ മൾട്ടിപ്ലൈ ചെയ്യാം അല്ലേ. അത്ര കിട്ടുക 23 6 വരും. ഓക്കെ, അടുത്ത ബി ടേം കാണാൻ ഈ ആദ്യത്തെ രണ്ടാമത്തെ ടേമും ബാക്കി രണ്ടും ആദ്യത്തെ ടേമും മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ അത്ര ടേം 2 × 3 × 2 വരും, 6 × 12 വരും. ഓക്കെ, അടുത്ത സി കാണാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ രണ്ടാമത്തെ 2 ടേമും ഈ ഒരു ടേമും കൂടെ മൾട്ടിപ്ലൈ ചെയ്യാം. 2 × 3 4 വരും അല്ലേ, 4 വന്നു. അവസാനത്തെ കംപ്ലീറ്റ് ടേം മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ എത്ര ഇടും 6 വരും. ഓക്കെ, അപ്പോൾ റേഷ്യോ എത്രയാണ്, നമുക്ക് 2 വെച്ച് ക്യാൻസൽ ചെയ്യാം അല്ലേ. അപ്പോൾ എത്ര വരും 3:4 6:3 2:3 എന്ന് വരും. ഓക്കെ, ഇതാണ് റേഷ്യോ എന്ന് പറയുന്നത്. A is to B is to C is to D എന്ന് പറഞ്ഞാൽ 3:6:2:3. നമുക്കൊരു വേറെ കോമൺ ആയിട്ട് കട്ട് ചെയ്യാനൊന്നുമില്ല. 6 9 2 11 14 അല്ലേ. ടോട്ടൽ എത്ര കിട്ടുന്നത് 14 നമുക്ക് ആഡ് ചെയ്ത് കിട്ടുക. ടോട്ടൽ 14. അപ്പോൾ 14 യൂണിറ്റ് എന്ന് പറയുന്നത് 14 യൂണിറ്റ് എന്ന് പറയുന്നത് എത്രയാണ് 5400 തന്നിട്ടുണ്ട് അല്ലേ. 1400 14 യൂണിറ്റ്. അങ്ങനെയാണ് ഒരു യൂണിറ്റ് എത്ര ആയിരിക്കും, 1 യൂണിറ്റ് വിൽ ബി ഈക്വൽ ടു 56/14 4ആണ്. അപ്പം 400 ഒരു യൂണിറ്റ്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എത്രയാണ്, A plus B, എയും ബിയും കമ്പൈൻഡ് ആയിട്ടുള്ള A 3 B 9. അപ്പോൾ 6 3 9 യൂണിറ്റ് ആണ് നമുക്ക് കണ്ടെത്തേണ്ടത്. 9 യൂണിറ്റ് എന്ന് പറയുമ്പോൾ 9 × 9 4 36 36 × 2 0 3600 ആയിരിക്കും A plus B കമ്പൈൻഡ് ആയിട്ടുള്ള. ഓക്കെ, നമ്മൾ പ്രീവിയസ്ലി ചെയ്ത ഒരു മോഡലാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഒരുമിച്ച് A is to B, B is to C, C is to D സെപ്പറേറ്റ് റേഷ്യോ വന്നു കഴിഞ്ഞാൽ കമ്പൈൻഡ് ആയിട്ട് A is to B is to C is to D കണ്ടെത്തുക. അപ്പോൾ ഫാസ്റ്റായിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ഈ റേഷ്യോ കാണുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിൽ ആദ്യത്തെ 3 നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യും A കിട്ടും, അവസാനത്തെ 3 നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യും അവസാനത്തെ D കിട്ടുമെന്ന് ആലോചിച്ച് നോക്കുക. അതിനിടയിൽ ബാക്കി നമ്മൾ നേരത്തെ ചെയ്ത പോലെ 2 × ഈ ഒരു 2 ഈ മൾട്ടിപ്ലൈ ചെയ്താൽ രണ്ടാമത്തെ കിട്ടും. പിന്നെ അടുത്ത 2 അവസാനത്തെ 2 × 1 ഈ ഒരു പെയറിനെ മൾട്ടിപ്ലൈ ചെയ്യാൻ നമുക്ക് C കിട്ടും. ഓക്കെ, ഇങ്ങനെ ഈ ഒരു ഓർഡർ നമ്മൾ പഠിച്ചു വെക്കുക, കുറച്ച് ഫാസ്റ്റായിട്ട് ചെയ്യാൻ വേണ്ടി, പെട്ടെന്ന് ചെയ്യാൻ വേണ്ടി. അങ്ങനെയാണെങ്കിൽ A is to B is to C is to D കിട്ടും. അങ്ങനെ ടോട്ടൽ സം ചെയ്തെങ്കിൽ 14 യൂണിറ്റ് കിട്ടും. ഈ 14 യൂണിറ്റാണ് നമുക്ക് തന്നിട്ടുള്ളത് 5600 അല്ലേ. 5600 തന്നിട്ടുണ്ട്. അപ്പോൾ ഒരു യൂണിറ്റ് 400 ആയിരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 9 യൂണിറ്റ് A plus B ചോദിച്ചു 9 യൂണിറ്റ് 3600. ഓക്കെ, ക്ലിയർ. നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോകാം. The ratio of expenditure of A, B, C is 16:12:9 and their total income is 1530. Find the B share income. B's income ആണ് കണ്ടത്. If they save 20%, 25% and 40% of their income. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇൻകത്തിൻ്റെ എക്സ്പെൻഡിച്ചർ റേഷ്യോ അല്ലേ, എക്സ്പെൻഡിച്ചർ റേഷ്യോ എത്രയാണ് തന്നിട്ടുള്ളത്, എക്സ്പെൻഡിച്ചർ റേഷ്യോ 16:12:9 എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, എക്സ്പെൻഡിച്ചർ റേഷ്യോ
16:12:9 തന്നിട്ടുണ്ട്. നമുക്ക് വേറെ തന്ന കാര്യം എന്താണ് അവർ സേവ് ചെയ്യുന്നത് 27%, 25%, 40%. അതായത് എൻ്റെ കേസിൽ എ സേവ് ചെയ്യുന്ന എത്രയാണ് 20%. എ സേവ് ചെയ്യുന്നത് 20% എന്ന് നമുക്ക് 20/100 എന്ന് എഴുതിക്കൂടെ. 20/100 എന്ന് പറഞ്ഞാൽ 1/5 അല്ലേ. അപ്പോൾ ഇതാണ് എൻ്റെ സേവിങ് എന്ന് പറയുന്നത്. എൻ്റെ സേവിങ് 1/5. ബീൻ്റെ സേവിങ് എത്രയാണ്? ബി എത്ര സേവ് ചെയ്യുന്നത്? ബി സേവ് ചെയ്യുന്നത് 25% 25/100 1/4 എന്ന് എഴുതാലോ. 1/4 എന്ന് എഴുതാം. അടുത്ത് സീൻ്റെ സേവിങ്. സി എത്ര സേവ് ചെയ്യുന്നത്? 40%. അതിന് നമുക്ക് 40/2 2/5 എന്ന് എഴുതാം. ഓക്കെ, 2/5 എന്ന് എഴുതാം. ഓക്കെ, ഇതെങ്ങനെ ചെയ്തത്? അതായത് സപ്പോസ് 5 നമ്മുടെ ഇൻകം എന്ന് എടുത്തു കഴിഞ്ഞാൽ 5 ഇൻകം ആണെങ്കിൽ ഒന്നെന്തായിരിക്കും? സേവിങ്സ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ എക്സ്പെൻഡിച്ചർ എത്രയായിരിക്കും? ഇൻകം എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ്പെൻഡിച്ചറും സേവിങ്സും കൂട്ടിക്കഴിഞ്ഞാൽ ഇൻകം കിട്ടും. അത് ഒരാൾക്ക് 10 രൂപ ഇൻകം ആണെങ്കിൽ, അല്ല 5 രൂപ ഇൻകം ആണെങ്കിൽ അയാൾ 4 രൂപ ചിലവാക്കി ബാക്കി 1 രൂപ സേവിങ്സ് അല്ല, അങ്ങനെയല്ല കൺസെപ്റ്റ്. അപ്പോൾ നമുക്കിവിടെ 1 രൂപ സേവിങ്സ് ആണ്, 5 രൂപ ഇൻകം ആണ്. അങ്ങനെയാണെങ്കിൽ 4 രൂപയായിരിക്കും ഇത് പറയുന്നത് എക്സ്പെൻഡിച്ചർ എന്ന് പറയും. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യനിലേക്ക് വരാം. ഈ 4 എൻ്റെ കേസിൽ 4 എന്ന് പറയുന്നത് തന്നിട്ടുണ്ട്, 16 തന്നിട്ടുണ്ട്. 4 യൂണിറ്റ് എന്ന് പറയുന്നത് 16 തന്നിട്ടുണ്ട് അല്ലേ. റേഷ്യോൻ്റെ 16 തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ 5 യൂണിറ്റ് എത്രയായിരിക്കും? 20 ആയിരിക്കും. ആ 20 എന്ന് പറയുന്നത് എന്താണ്? ആക്ച്വലി ഇൻകം ആണ് അല്ലേ. 1 യൂണിറ്റ് സേവിങ്സ് ആണെങ്കിൽ 4 യൂണിറ്റ് എക്സ്പെൻഡിച്ചർ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ 5 യൂണിറ്റ് ഇൻകം ആയിരിക്കും. അപ്പോൾ 4 യൂണിറ്റ് എന്ന് പറയുന്നത് നമുക്ക് തന്നു 16. അങ്ങനെയാണെങ്കിൽ 5 യൂണിറ്റ് എത്രയായിരിക്കും? 20 ആയിരിക്കും. അപ്പോൾ എയുടെ ഇൻകത്തിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് ആദ്യത്തെ ടേം എത്രയാണ്? 20. അപ്പോൾ നമ്മൾ കണ്ടുപിടിക്കുന്നതാണ് ഇൻകത്തിൻ്റെ റേഷ്യോ ആണ് ഇപ്പോൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. ഓക്കെ, ഇൻകത്തിൻ്റെ റേഷ്യോ ആണ് കണ്ടെത്താൻ പോകുന്നത്. അപ്പോൾ എൻ്റെ ടേം കിട്ടി എത്ര? 20 എന്ന് കിട്ടി. ഇതേപോലെ നമ്മൾ ബീൻ്റെ കേസ് എടുക്കാം. 1/4 ആണ് റേഷ്യോ. അതായത് 4 ഇൻകം എങ്കിൽ 1 സേവിങ്സ്. അങ്ങനെ എക്സ്പെൻഡിച്ചർ എത്രയായിരിക്കും? 4 - 3 3 ആണ്. 4 - 1 3 കിട്ടും അല്ലേ. ആ 3 ആണ് എന്ത് പറയുന്നത്? ഈ 12 എന്ന് പറയുന്നത്. 3 ആണ് 12. 3 × 12 ആയി കഴിഞ്ഞാൽ 4 യൂണിറ്റ് എത്രയായിരിക്കും? 16 അല്ലേ. 4 യൂണിറ്റ് 3 യൂണിറ്റ് 12 ആയി കഴിഞ്ഞാൽ 1 യൂണിറ്റ് 4. അങ്ങനെ 4 യൂണിറ്റ് 16 കിട്ടുമല്ലോ. ഓക്കെ, നെക്സ്റ്റ് മൂന്നാമത്തെ കേസ് 2/5 ആണ് സീൻ്റെ കേസ്. അപ്പോൾ നമുക്ക് തന്നിട്ടുണ്ട്, അതായത് 5 ഇൻകം ആണെങ്കിൽ 2 സേവിങ്സ് അത്രയാണ്. അങ്ങനെയാണെങ്കിൽ 3 ആയിരിക്കും എക്സ്പെൻഡിച്ചർ അല്ലേ. 3 ആയിരിക്കും എക്സ്പെൻഡിച്ചർ. ആ 3 യൂണിറ്റാണ് ഇത് 9 എന്ന് തന്നില്ല. 3 യൂണിറ്റാണ് 9. അങ്ങനെയാണെങ്കിൽ 5 യൂണിറ്റ് എത്രയായിരിക്കും? 3 യൂണിറ്റ് 9 ആണെങ്കിൽ 1 യൂണിറ്റ് 3, 5 യൂണിറ്റ് 15. ഓക്കെ, 15. അപ്പോൾ ഇൻകത്തിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് നമ്മുടെ എ ബി സിയുടെ ഇൻകത്തിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് ഇതാണ്. 20:16:15. എത്ര ടോട്ടൽ കിട്ടുക നമുക്ക്? 36 40 51 യൂണിറ്റ് അല്ലേ. 51 യൂണിറ്റാണ് നമുക്ക് സം ഏതൊക്കെ കിട്ടുക? അതിൻ്റെ സം എത്ര കിട്ടുക? 51 യൂണിറ്റ്. 51 യൂണിറ്റാണ് ഇതിൻ്റെ സം എന്ന് പറയുന്നത്. ഇൻകത്തിൻ്റെ റേഷ്യോയുടെ സം എത്രയാണ്? 51 യൂണിറ്റാണ്. ഞാൻ എന്തിനാണ് സമ്മ് കണ്ടത്? കാരണം നമുക്ക് തന്നിട്ടുണ്ട് ടോട്ടൽ ഇൻകം എത്ര തന്നിട്ടുണ്ട്? 1530 തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ 51 യൂണിറ്റ് 1530 ആയിരിക്കുമല്ലേ. 51 യൂണിറ്റ് 1530 ആയിരിക്കും. 51 യൂണിറ്റ് വിൽ ബി ഈക്വൽ ടു 51 യൂണിറ്റ് 1530. അങ്ങനെയാണെങ്കിൽ 1 യൂണിറ്റ് എത്രയായിരിക്കും? 1 യൂണിറ്റ് 1 യൂണിറ്റ് വിൽ ബി ഈക്വൽ ടു 1530 ഡിവൈഡ് 51 ചെയ്താൽ പോരെ. 150 മുതൽ 3 51 ഉണ്ട്. സോ 30 ആയിരിക്കും 1 യൂണിറ്റ് എന്ന് പറയുന്നു. 1 യൂണിറ്റ് 30. നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? ഫൈൻഡ് ദ ബി ഷെയർ. ബീൻ്റെ ഷെയർ ഓഫ് ഇൻകം ആണ് ചോദിച്ചത്. 16 യൂണിറ്റ് ആണ് ബീൻ്റെ ഷെയർ. അപ്പോൾ എത്രയായിരിക്കും? 16 × 3 48. 4800 ആയിരിക്കും ആരുടെ ഇൻകം എന്ന് പറയുന്നത്? ബീൻ്റെ ഇൻകം എന്ന് പറയുന്നത്. ഓക്കെ, 4800 അല്ല, 2 0. 16 × 30 അല്ലേ, 1 0 മതി. 450. 480 ആണ് ആരുടെ ഇൻകം? ബിയുടെ ഇൻകം എന്ന് പറയുന്നത്. നമ്മൾ ആദ്യം സീറോന് അധികം കൺസിഡർ ചെയ്യേണ്ട. സീറോന് നമ്മൾ അവസാനം ഇട്ട് കൊടുത്താൽ മതി. നമ്മൾ ആദ്യം മെയിൻ ആയിട്ടുള്ള ടേംസിനെ മതി. ഇപ്പോൾ ഇവിടെ 16 × 3 48 കിട്ടി. അതുപോലെ നമ്മൾ ആദ്യം ചെയ്തത് 51 കിട്ടാൻ 153 ഡിവൈഡ് ബൈ 51 ചെയ്തു. അപ്പോൾ 3 കിട്ടി. അപ്പോൾ സീറോന് നമ്മൾ മൈൻഡിൽ വെച്ചിട്ട് ആ ഓപ്ഷൻ അനുസരിച്ചിട്ട് 0 ഇട്ട് കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ 480 ആയിരിക്കും നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ എന്താ നമ്മൾ ചെയ്തത്? നമുക്ക് തന്നിട്ടുണ്ട് എ ബി സി അല്ലേ, ഇൻകം എക്സ്പെൻഡിച്ചറിൻ്റെ റേഷ്യോ തന്നിട്ടുണ്ട്. പിന്നെ തന്നിട്ടുള്ള എന്താണ്? സേവിങ്സ് എത്ര പെർസെൻറ്റേജ് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓരോന്നിനെയും പെർസെൻറ്റേജ് റേഷ്യോയിലേക്ക് കൺവേർട്ട് ചെയ്തു. 20% എന്ന് പറഞ്ഞാൽ 1/5 ആണെന്ന് പറയാം. 25% 1/4. അതുപോലെ 40% 2/5. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ റേഷ്യോനെ ബേസ് ചെയ്തിട്ട് എക്സ്പെൻഡിച്ചർ കണ്ടെത്തി. എത്ര യൂണിറ്റ് ആണ്? ആദ്യത്തെ കേസിൽ 4 യൂണിറ്റ് ആണ് എക്സ്പെൻഡിച്ചർ. അങ്ങനെയാണെങ്കിൽ 5 യൂണിറ്റ് ടോട്ടൽ ഇൻകം എത്രയാണെങ്കിൽ 20 ആയിരിക്കും. ആ രീതിയിൽ നമ്മൾ എന്ത് ചെയ്തു? ഓരോന്നിൻ്റെയും ഇൻകത്തിൻ്റെ റേഷ്യോ 20:16:15 ആണ് കണ്ടെത്തി. അതിൻ്റെ ടോട്ടൽ സം എത്രയാണ്? 51 യൂണിറ്റ് അല്ലേ. 51 യൂണിറ്റ് നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. എത്രയാണ്? 1530 ആണ്. ടോട്ടൽ ഇൻകം 1530 ആണ് തന്നിട്ടുണ്ട്. സോ 1 യൂണിറ്റ് 30 ആയിരിക്കും. ബീൻ്റെ 16 യൂണിറ്റ് ആണ് ഇൻകം.
അങ്ങനെയാണ് 450 ആയിരിക്കും ബിയുടെ സാലറി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നോക്കാം. RS 2366 is divided among 8 men, 10 women and 10 children. Okay, each man get 25% more than each woman and each woman get 25% more than each child. Find the amount received by woman. ഓക്കെ, ക്വസ്റ്റ്യൻ നോക്കാം. നമുക്ക് ആദ്യം നമുക്ക് വേണ്ടത് എന്താണ്? റേഷ്യോ കണ്ടെത്തണം അല്ലേ. നമുക്ക് ഇവരുടെ റേഷ്യോ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഡയറക്റ്റ് ഡിവൈഡ് ചെയ്ത് എത്രയാണ് ഓരോക്കും കിട്ടുന്നത് കണ്ടെത്താലോ. നമുക്ക് ആദ്യം ചെയ്യാൻ പോകുന്നത് ടോട്ടൽ എത്രയാണ് ഓരോ 10 വുമണ്ണും 8 മെന്ന് 10 വുമണ് 10 ചിൽഡ്രൻ കൂടി ഓരോ ആൾക്കും ഓരോ വിഭാഗത്തിനും മെന്ന് വുമൺ അതുപോലെ ചിൽഡ്രൻ ഓരോ വിഭാഗത്തിന് എത്രയാണ് ടോട്ടൽ കിട്ടുന്നത് ആദ്യം നോക്കാം. ഓക്കെ, എങ്ങനെ ചെയ്യാം? നമുക്ക് അതിനാദ്യം റേഷ്യോ കണ്ടെത്തണം. എന്താ റേഷ്യോ? ഈച്ച് മെൻ ഗെറ്റ്സ് 25% മോർ ദാൻ ഈച്ച് വുമൺ. അതായത് മെന്നിൻ്റെയും വുമണിൻ്റെയും റേഷ്യോ എത്രയാണ്? അപ്പം വുമൺ ഈസ്റ്റു എത്രയാണ്? M/W എന്ന് പറയുന്നത് 5:4 ആണ്. 5:4 ആണ്. എങ്ങനെയാണ് ഞാൻ പറയാം. ഓക്കെ, ഇതേപോലെ വുമണിൻ്റെയും ചിൽഡ്രൻ്റെയും റേഷ്യോ എത്രയാണ്? 5:4 ആണ്. 5:4 ആണ്. ഓക്കെ, ഈക്വൽ ടു 5:4. ഇങ്ങനെയാണെങ്കിൽ എനിക്ക് മെൻ/വുമൺ/ചിൽഡ്രൻ കാണാമല്ലോ. എന്താണ്? 25 അല്ലേ. ഇത് രണ്ടും കൊണ്ട് 25 ക്രോസ് ചെയ്ത് എനിക്ക് എത്തും 25:20:20:16 എന്നുണ്ട്. 25:20:16 എന്നുണ്ട്. ഇതാണ് ഓരോ ആൾക്കും കിട്ടുന്ന ഇൻകത്തിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത്. ഓരോ പേർക്കും കിട്ടുന്ന ഇൻകത്തിൻ്റെ റേഷ്യോ. ഇത് ഒരാൾക്ക് കിട്ടുന്ന റേഷ്യോ ആണ്. ഇങ്ങനെ എത്ര പേരുണ്ട്? 8 ആണ് മെന്നുണ്ട്, 10 വിമൻ ഉണ്ട്, 10 ചിൽഡ്രൻ ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 25നെ 8 കൊണ്ട് ഉൾട്ടിക്കുക. എത്ര ഇട്ടാ? 200 ഇടും. ഇതാണ് ടോട്ടൽ കേസ്. നമ്മൾ ടോട്ടൽ ഇൻകത്തിനാണ് ഇപ്പോൾ കാണുന്നത്. ഇപ്പോൾ 25 എന്ന് പറയുന്നത് ഞാൻ ആ 5:4 എങ്ങനെ കിട്ടിയെന്ന് പറയാം. ജസ്റ്റ് ഒന്ന് കംപ്ലീറ്റ് ചെയ്ത് തിരിച്ചു വരാം. 25 എന്ന് പറയുന്നത് ഒരാൾക്ക് കിട്ടിയ റേഷ്യോ ആണ്. ഇൻകം ഇതെന്താ? ഇൻകം പെർ പേഴ്സൺ. ഓക്കെ, ഇപ്പം നമ്മൾ ചെയ്യാൻ പോകുന്നത് 200 എന്ന് പറയുന്നത് ഇൻകം ടോട്ടൽ ഇൻകം ആണ്. ഓക്കെ, ടോട്ടൽ ഇൻകം ഓരോ വിഭാഗത്തിനും കിട്ടിയ ടോട്ടൽ ഇൻകം. അപ്പോൾ 25x8 ചെയ്യേണ്ട 8 വുമൺ അല്ല, 8 മെൻ അല്ലത്. അപ്പോൾ 25x8 200 കിട്ടി. ഇനി 20 ഒരു വുമണിന് കിട്ടിയത്. എത്ര? 10 ഉള്ളത്. അപ്പോൾ വീണ്ടും 200 വന്നു. അടുത്ത് 20x10. നെക്സ്റ്റ് 16x10 ചിൽഡ്രൻസ് ആണ്. അപ്പോൾ എത്രയാണ്? 160 അല്ലേ. 160 തോന്നും. ഇവിടെ നമുക്ക് റേഷ്യോ ആണ് കോമൺ ആയിട്ട് കട്ട് ചെയ്യുക. എത്ര? 40 വെച്ച് കട്ട് ചെയ്യുക. 40 വെച്ച് കട്ട് ചെയ്യുമ്പോൾ എന്ത് വരും? 40 വെച്ച് കട്ട് ചെയ്യുമ്പോൾ ഈ റേഷ്യോ എന്ത് വരും? 5 കട്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും? 5 ഇവിടെയും 5 ഇവിടെ 4. 5:4 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇൻകത്തിൻ്റെ റേഷ്യോ എത്രയുണ്ട്? എനിക്കിപ്പം ടോട്ടൽ ഇൻകത്തിൻ്റെ റേഷ്യോ 5:4 എന്ന് വരും. ഓക്കെ, 5:4 ഇതാണ് നമ്മൾ ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എത്രയാണ് ടോട്ടൽ യൂണിറ്റ്? എത്ര ആയിട്ട്? അപ്പം 5 5 14 14 യൂണിറ്റ് ആയിട്ട് അല്ലേ. 14 യൂണിറ്റ് ആണ് ടോട്ടൽ ഇൻകത്തിൻ്റെ റേഷ്യോ യൂണിറ്റ് എന്ന് പറയുന്നത്. 14 യൂണിറ്റ്. ആ 14 യൂണിറ്റ് എത്രയാണ്? 2366 ആണ്. 14 യൂണിറ്റ് 40 യൂണിറ്റ് ഈക്വൽ ടു 2366 ആണ്. ഇവിടെ നമുക്ക് കൺഫ്യൂഷൻ ഇത് എങ്ങനെയാണ് ആദ്യത്തെ റേഷ്യോ കിട്ടിയെന്നല്ല. ഞാൻ തിരിച്ചു വരാം. ഓക്കെ, ഇത് കംപ്ലീറ്റ് ആക്കിയിട്ട് തിരിച്ചു വരാം. അത് വലിയ ഇമ്പോർട്ടൻ്റ് അല്ല. നമുക്കതെങ്ങനെ കിട്ടുന്നത് അത് ബേസിക് ആയിട്ടുള്ള ഐഡിയ ആണ്. അത് നമുക്ക് ഈ മെത്തേഡ് എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, ഫ്ലോ കളയണ്ടാന്ന് വെച്ചിട്ടാണ് ഞാൻ അങ്ങനെ വന്നത്. 14 യൂണിറ്റ് 236 2366 വരും. അങ്ങനെ ഒരു യൂണിറ്റ് എന്ന് പറയുമ്പം ഡിവൈഡ് ബൈ 14 ചെയ്താൽ 23 1 14 14 96 14 × 6 എത്ര കിട്ടും? 84 കിട്ടും അല്ലേ. 14 × 6 84. ബാക്കി 12 126 126 10 109 അല്ലേ. ഒരു യൂണിറ്റ് 169 ആണ്. നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? ഫൈൻഡ് ദ എമൗണ്ട് റിസീവ്ഡ് ബൈ ഈച്ച് വിമൺ. ഓരോ ആൾക്കും കിട്ടിയ ഇൻകമാണ് ചോദിക്കുന്നത്. ഒരു യൂണിറ്റ് എന്ന് പറയുന്നത് 169 ആണ്. അപ്പം നമുക്കെന്താ ചോദിച്ചിട്ടുണ്ട്? ഈച്ച് വിമൺ. അപ്പം ടോട്ടൽ വുമൺ എത്ര കിട്ടിയ? 5 യൂണിറ്റ് ആണ് ടോട്ടൽ ഇൻകം അല്ലേ. അപ്പം 5 യൂണിറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? വുമണിന് മൊത്തമായിട്ട് കിട്ടിയ എത്രയായിരിക്കും? 5 × 160. ഇതാണ് 5 × 169 ആണ് ആർക്ക് കിട്ടിയ? വുമണിന് മൊത്തമായിട്ട് കിട്ടിയത്. ക്വസ്റ്റ്യൻ എന്താണ്? ഓരോ ആൾക്കും കിട്ടിയത് അല്ലേ. അപ്പം എന്ത് ചെയ്യണം? സ്വാഭാവികമായിട്ടും ഡിവൈഡ് ബൈ 10 ചെയ്യണം. ഡിവൈഡ് ബൈ 10 ചെയ്യണം. ഓക്കെ, അപ്പോൾ എന്നിട്ട് 5 × 169 × 10 ഡിവൈഡ് ബൈ 10 ചെയ്ത് എന്ത് കിട്ടും? നമുക്ക് ഇതിൻ്റെ ആൻസർ കിട്ടും. ഓരോ വുമണിനും കിട്ടിയ
വാല്യൂ കിട്ടും. ഓക്കെ, ഇതാണ് ഫ്രാക്ഷൻ വരും. അതായത് 169/2 വരും. 5 ക്യാൻസലാക്കി 169/2 84 രൂപയാണ് 84 രൂപയാണ് ഇങ്ങനെ കിട്ടുന്നതെന്ന് കിട്ടും. ഓക്കെ, ഈ മെത്തേഡ് ഒന്ന് ഫോളോ ചെയ്യുക. നമുക്ക് ആദ്യത്തെ 5:4 എങ്ങനെ കിട്ടിയെന്ന് നോക്കാം. ഫോർ എക്സാമ്പിൾ എന്താ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്? ഈച്ച് മാൻ ഗെറ്റ്സ് 25% മോർ ദാൻ ഈച്ച് വുമൺ. അതായത് വുമണിന് 100 രൂപയാണ് കിട്ടുന്നത് വിചാരിക്കുക. വുമണിന് 100 രൂപയാണ്. അതിൻ്റെ 25% ആർക്ക് കിട്ടുന്നുണ്ട്? മാന് കിട്ടുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ വുമണിന് 100 ആണെങ്കിൽ മാൻ എത്ര കിട്ടും? 125 കിട്ടും. അതായത് റേഷ്യോ എന്താവും? 125:100 അല്ലേ? 125:100. അത് 25 കോമൺ ആയിട്ട് എടുത്ത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി എത്ര വരും? 5:4. അങ്ങനെയാണ് നമുക്ക് ആദ്യത്തെ 5:4 കിട്ടുക. രണ്ടാമത്തെ കേസ് നോക്കാം. ഈച്ച് വുമൺ ഗെറ്റ്സ് 25% മോർ ദാൻ ചൈൽഡ്. ചൈൽഡിന് 100 രൂപയാണ് കിട്ടുന്നതെങ്കിൽ വുമൺ എത്ര കിട്ടും? 125 കിട്ടും. നേരത്തെ അതേ കേസ്. അങ്ങനെയാണെങ്കിൽ വീണ്ടും 5:4 വന്നില്ല. അങ്ങനെയാണെങ്കിൽ 5:4 വന്നു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? അങ്ങനെ അവർ രണ്ടും ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ റേഷ്യോ, അതായത് മെൻ ഈസ് ടു വുമൺ ഈസ് ടു ചിൽഡ്രൻ, അതിൻ്റെ ഓരോ ആൾക്കും കിട്ടുന്ന ഈച്ച് മെൻ ഈച്ച് വുമൺ ഈച്ച് ചിൽഡ്രന് കിട്ടുന്ന റേഷ്യോ എത്ര കിട്ടും? 25:20:16. അത് ഓരോ ആൾക്ക് കിട്ടുന്നതാണ്. നമുക്ക് ടോട്ടൽ ആ മെൻ എന്ന വിഭാഗത്തിന് ടോട്ടൽ കിട്ടുന്ന റേഷ്യോ കണ്ടുപിടിക്കണം. അതിനെന്ത് ചെയ്യണം? ഇൻറ്റു ആ എണ്ണത്തിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അങ്ങനെയാണ് നമുക്ക് 25 × 8 ചെയ്ത് 200 കിട്ടി, 20 × 10 ചെയ്ത് 200 കിട്ടി, 16 × 10 160 കിട്ടി. അത് ഞാൻ കട്ട് ചെയ്തപ്പോൾ 5:4. അപ്പോൾ ടോട്ടൽ ലിങ്ക് എത്രയാണ്? 5:5:4 എന്ന റേഷ്യോ ആണ്. അത് നമുക്കറിയാം. ടോട്ടൽ ലിങ്ക് എന്ന് പറയുന്നത് 2366 ആണ്. അതായത് 14 യൂണിറ്റ് എന്ന് പറയുന്നത് 2366 ആണ്. അങ്ങനെയാണെങ്കിൽ ഒരു യൂണിറ്റ് 169 എന്ന് കിട്ടും. നമ്മുടെ വുമൻ്റെ റേഷ്യോ എത്രയാണ്? 5 ആണല്ലേ? വുമൻ്റെ റേഷ്യോ 5 ആണ് ടോട്ടൽ ലിംഗത്തിൻ്റെ. അപ്പം 5 × 169 ആയിരിക്കും ടോട്ടൽ വുമണിന് കിട്ടുന്നത്. 5 × 169 ആയിരിക്കും. എത്ര വുമൺ ഉണ്ട്? നമുക്ക് ടോട്ടൽ വുമൺ 10 വുമൺ ഉണ്ട്. അപ്പം ഓരോ വുമണിന് കിട്ടുന്നത് കണ്ടുപിടിക്കാമെന്നുണ്ട്. 5 × 169 ഡിവൈഡ് ബൈ 10. ഓക്കെ, അപ്പോൾ എത്ര കിട്ടും? 84.5 എന്ന് കിട്ടും. 84.5. ഇതാണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ആ സ്റ്റെപ്പ് ഒന്നും കൂടെ ഫോളോ ചെയ്യുക. ഇത്തരം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. The 180 RS 180 are divided among 66%. The ratio of the total amount of money received by men and women is 5:4, but the ratio of the money received by each man and each woman is 3:2. Then the number of men. Okay, ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അതെന്താ പറയുന്നത്? ടോട്ടൽ എമൗണ്ട് ഓഫ് മണി ഓരോ ആൾക്ക് കിട്ടിയതാണ്. ടോട്ടൽ എമൗണ്ട് ഓഫ് മണി റിസീവ്ഡ് ബൈ മാൻ ആൻഡ് വുമൺ ഈസ് 5:4 ആണ് ടോട്ടൽ എമൗണ്ട് മണി. ഓക്കെ, എന്താ ഓരോ ദ റേഷ്യോ ഓഫ് ദ ഈച്ച് മാൻ ആൻഡ് ഈച്ച് വുമൺ ഈസ് 3:2. ഓരോ ആൾക്കും കിട്ടിയ എത്രയാണ്? 3:2 ആണ് അല്ലേ? 3:2 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്പേഴ്സിൻ്റെ റേഷ്യോ ഇതെത്രയാണ്? ടോട്ടലിൻ്റെത്. ഇതെത്രയാണ്? ഈച്ച് കിട്ടിയത് അല്ലേ? ഈച്ച് കിട്ടിയത്. നമുക്ക് എന്ത് ചെയ്യണം? ഈ നമ്പർ കാണാൻ വേണ്ടി എന്ത് ചെയ്യണം? അതായത് ഇപ്പോൾ ഒരു 10 രൂപയാണ് ടോട്ടലായിട്ട് മെൻ എന്ന വിഭാഗത്തിൽ നമ്മൾ കൊടുത്തിട്ടുള്ളത്. 5 രൂപ ഓരോ മെന്നിനും കിട്ടുന്നത്. അങ്ങനെ എത്ര ആളുണ്ടാവും? ടോട്ടൽ ഡിവൈഡ് ബൈ ഓരോ കിട്ടിയത് ഡിവൈഡ് ചെയ്താൽ പോരെ? 10/5 2 കിട്ടില്ല. അതേപോലെ ഞാൻ എന്ത് ചെയ്തു? ഇവിടെ നമ്പേഴ്സിൻ്റെ റേഷ്യോ കാണാൻ ഈ ഓരോ ടേമിനെയും ഡിവൈഡ് ചെയ്തു. 5/3 ആദ്യത്തെ കേസിൽ 5/3. രണ്ടാമത്തെ കേസ് എത്ര കിട്ടും? 4/2 എന്ന് പറഞ്ഞാൽ 2 തന്നെ. 4/2 2 അല്ലേ? അതായത് 5/3 വരും. ആ 3നെ അപ്പോഴത്തേക്ക് മൾട്ടിപ്ലൈ കഴിഞ്ഞാൽ 5:6 ആയിരിക്കും. അതായിരിക്കും കിട്ടുന്നത് മെന്നിനും വുമൻ്റെയും നമ്പേഴ്സിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് 5:6. അതായത് ടോട്ടൽ എത്ര ആളുണ്ട്? 66 ആൾക്കാരുണ്ട്. 11 യൂണിറ്റ് അല്ലേ ടോട്ടൽ എന്ന് പറയുന്നത്? ഈ 11 യൂണിറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 66 ആണ് 11 യൂണിറ്റ്. സോ ടോട്ടൽ 65% ആണ്. ആളുടെ എണ്ണം ഏത് റേഷ്യോയിലാണ്? 5:6. അതായത് മെൻ ഈസ്റ്റ് വുമൺ എന്ന് പറയുന്നത് 5:6 ആണ്. അതായത് 11 യൂണിറ്റ് 66 ആണ്. ഒരു യൂണിറ്റ് എത്രയാണ്? ഒരു യൂണിറ്റ് 6 ആണ്. അങ്ങനെയാണ് ടോട്ടൽ മെന്നും വുമൺ എത്ര? നമ്പർ ഓഫ് മെൻ ആണ് ചോദിച്ചത്. 5 യൂണിറ്റ് ആണ് മെൻ എന്ന് പറയുന്നത്. 5 യൂണിറ്റ് = 5 × 6 5:6. ഒന്നും എഴുതേണ്ട ആവശ്യമില്ല, ജസ്റ്റ് കാണാൻ വേണ്ടിയിട്ട് അല്ല മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എഴുതുന്നു കേട്ടോ. ഓക്കെ, 5:6 30 കിട്ടും. അപ്പോൾ 30 ആൾക്കാരാണ് ആർക്കുള്ളത്? മെന്നുള്ളത്. 36 ലേഡീസുണ്ട് അല്ലെങ്കിൽ വിമനുണ്ട്. ഓക്കെ, ക്ലിയർ? എന്താ ചെയ്തത്? ടോട്ടൽ 66 ആൾക്കാരാണ്. 150 രൂപയാണ് തന്നിട്ടുണ്ട്. നമുക്കിവിടെ പൈസ ചോദിച്ചിട്ടില്ല അല്ലേ? അപ്പോൾ പൈസ കണ്ട ആവശ്യമില്ല. നമുക്ക് ആ റേഷ്യോ വെച്ചിട്ട് തന്നെ ചെയ്യാൻ പറ്റും. 5:4 3:2. അത് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 5/3 4/2 എന്ന റേഷ്യോയിലാണ് അവരുടെ ആൾക്കാരുടെ എണ്ണം കിട്ടും. ഓക്കെ, അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? 5/3 ഒന്ന് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ
ആ 3നെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് രണ്ടിലെയും അല്ലെങ്കിൽ ആ 3നെ അപ്പുറത്തേക്ക് കൊണ്ടുപോയി, സെയിം മീനിങ് തന്നെ. അപ്പോൾ എന്തോരും 5:6 എന്ന് വരും റേഷ്യോ. അതാണ് മെന്നിൻ്റെയും വുമൻ്റെയും ആളുകളുടെ എണ്ണത്തിൻ്റെ റേഷ്യോ. അതായത് ടോട്ടൽ എത്ര? 11 യൂണിറ്റ്. 11 യൂണിറ്റ് 66, 1 യൂണിറ്റ് 6 എന്ന് വരും. അങ്ങനെ 5 യൂണിറ്റാണ് മെന്നുള്ളത്. 5 × 6 30 കിട്ടും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നോക്കാം. RS 430 is divided among 45 persons. That the ratio of total amount received by all men, all women and all children are the ratio of 12:15:16. While the ratio of the amount received by each man, each woman and each child is 6:5:4. Find the number of men and the amount received by each woman. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ ടോട്ടൽ 430 രൂപയാണുള്ളത്. അത് ടോട്ടലായിട്ട്, അതായത് മെൻ, വുമൻ, ചിൽഡ്രൻ ആണ് ഡിവൈഡ് ചെയ്ത് കൊടുത്തത്. മെൻ എത്രയോ മെൻ ഉണ്ടല്ലേ, അവർക്ക് മൊത്തമായിട്ട് കിട്ടിയ എത്രയാണ്? 12 എന്ന റേഷ്യോയിലാണ്. ലേഡീസിന് അല്ലെങ്കിൽ വുമണിന് മൊത്തമായിട്ട് കിട്ടിയത് 15, അതായത് നമ്മുടെ ചിൽഡ്രന് മൊത്തമായിട്ട് കിട്ടിയത് 16. അപ്പോൾ ആ റേഷ്യോ ടോട്ടലായിട്ട് ആ ഓരോ വിഭാഗത്തിനും കിട്ടിയത് റേഷ്യോ ആണ് 12:15:16. ഓക്കെ, ഇനി നമ്മൾ ഓരോ ആൾക്കാർ അല്ലേ, ഓരോ ഇൻഡിവിജ്വലായിട്ട് എടുത്തു. ഒരു മെന്നിന്, ഒരു വുമണിന്, ഒരു ചൈൽഡിന് കിട്ടിയ റേഷ്യോ എത്രയാണ്? 6:5:4. അത് നമ്മൾ നേരത്തെ പറഞ്ഞ അതേ കോൺസെപ്റ്റ്. ടോട്ടൽ ഡിവൈഡ് ബൈ നമ്പർ ചെയ്ത് കഴിഞ്ഞാൽ, ടോട്ടൽ ഡിവൈഡ് ബൈ ഓരോ ആൾക്കും കിട്ടിയത് ചെയ്ത് കഴിഞ്ഞാൽ ആ വിഭാഗത്തിലെ എണ്ണം കിട്ടുമല്ലോ. സെയിം സാധനം ഞാൻ എന്ത് ചെയ്തു? 12/6. അപ്പം നമ്പർ കാണാൻ വേണ്ടി നമ്പറിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് ഏതായിരിക്കും? 12/6, 2 മെന്ന് 2, 15/5 3, വുമൺ 3, 16/4 4. അപ്പോൾ 2:3:4 എന്ന റേഷ്യോ ആയിരിക്കും ആരുള്ളത്? മെൻ, വുമൺ, ചിൽഡ്രൻ്റെ റേഷ്യോ എന്ന് പറയും. മെന്നിൻ്റെയും വുമൻ്റെയും ചിൽഡ്രൻ റേഷ്യോ എത്രയാണ്? 2:3:4 എണ്ണത്തിൻ്റെ, നമ്പേഴ്സിൻ്റെ. ഓക്കെ, അപ്പോൾ ടോട്ടൽ യൂണിറ്റ് എത്രയാണ്? 2, 3, 5, 4 9 യൂണിറ്റ്. ടോട്ടൽ എനിക്ക് 9 യൂണിറ്റ്. ഈ 9 യൂണിറ്റ് എത്രയാണ്? 45 ആണ്. അപ്പോൾ 1 യൂണിറ്റ് 5. അപ്പോൾ ടോട്ടൽ മെമ്പേഴ്സ് എത്രയാണ്? എത്ര ആൾക്കാരുണ്ട്? 10, 15, 20 അല്ലേ? 10, 15, 20 ആൾക്കാരാണ് ഇവിടെ ഉള്ളത് ഈ ഗ്രൂപ്പിലെ മെൻ, വുമൺ ആൻഡ് ചിൽഡ്രൻ എന്ന് പറയുന്നത്. നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? ആദ്യത്തെ ക്വസ്റ്റ്യൻ ഫൈൻഡ് ദ നമ്പർ ഓഫ് മെൻ, എത്രയാണ്? 10. ഫൈൻഡ് ദ നമ്പർ ഓഫ് മെൻ 10. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എത്ര? എമൗണ്ട് റിസീവ്ഡ് ബൈ ഈച്ച് വുമൺ, ഓരോ വുമണും കിട്ടുന്ന എത്രയാണ് പൈസ? നമുക്കറിയാം 430 ആണ് ടോട്ടൽ എമൗണ്ട്. 12, 27, 33, 43 യൂണിറ്റ് ആണ് ടോട്ടൽ എന്ന് പറയുന്നത്. അപ്പോൾ 1 യൂണിറ്റ് 10 ആയിരിക്കും. അപ്പം വുമണിന് എത്ര കിട്ടും? 15 യൂണിറ്റ്. 15 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 150. പറയുന്നത് മനസ്സിലാവുമെന്ന് വിശ്വസിക്കുന്നു, കാരണം ഇതൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാണ്. ഓക്കെ, 150 എന്ന് കിട്ടും. 150 ഡിവൈഡ് ബൈ എത്രയാണ് ടോട്ടൽ മെമ്പർ? വുമൺ എന്ന് പറയുന്നത് 15 ആണ്. 150 ഡിവൈഡ് ബൈ 15 ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടും? 10 കിട്ടും. അപ്പം നമ്മൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ? എമൗണ്ട് റിസീവ്ഡ് ബൈ ഈച്ച് വുമൺ. ഈച്ച് വുമണും എത്രയാണ്? 10 തന്നെയാണ്. ഈച്ച് വുമണും 10. അപ്പോൾ രണ്ടിൻ്റെ ആൻസർ എത്രയാണ്? 10 ആണ്. ഓക്കെ, ടോട്ടൽ 10 മെന്നുണ്ട്. ഓരോ വുമണിന് കിട്ടുന്നത് എത്രയാണ്? 10 രൂപയാണ്. ഓക്കെ, അപ്പോൾ ടോട്ടൽ എത്ര വുമൺ ഉണ്ട് ചോദിച്ചാൽ 15 ആണ്. ടോട്ടൽ എത്ര ചിൽഡ്രൻ ഉണ്ട്? 20 ആണ്. ഇനി ഓരോ ആൾക്കും കിട്ടുന്ന റേറ്റ് ചോദിച്ചാൽ എന്താണ്? ടോട്ടൽ ഓരോ മെന്നും കിട്ടുന്ന റേറ്റ് എത്രയാണ്? 12 യൂണിറ്റ് ആണ് മാനിന് കിട്ടുന്നത്. അതായത് 120 രൂപയാണ് മാനിന് കിട്ടുന്നത്. ഡിവൈഡ് ബൈ 10, 12 രൂപയായിരിക്കും ഓരോ മാനിനും കിട്ടുന്നത് അല്ലേ? അത് അടുത്ത നെക്സ്റ്റ് 16 യൂണിറ്റ് ആണ് ആർക്ക്? ചിൽഡ്രന് കിട്ടുന്ന ടോട്ടൽ പൈസ. അപ്പം 160 രൂപയാണ് ടോട്ടലായിട്ട് കിട്ടുന്നത്. എത്ര പിള്ളേരുണ്ട്? 20 പിള്ളേർ. അപ്പോൾ അത്ര 160 ഡിവൈഡ് ബൈ 20 ചെയ്ത് കഴിഞ്ഞാൽ 8 രൂപ. 8 രൂപയായിരിക്കും ചിൽഡ്രന് കിട്ടുന്നത്, ഓരോ ചൈൽഡിനും കിട്ടുന്നത്. അതൊന്നും ചോദിച്ചിട്ടില്ല, ബട്ട് ഞാൻ പറഞ്ഞ അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോകാം. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ അവിടെ ചെയ്ത കാര്യം എന്താണ്? ടോട്ടൽ ഓരോ വിഭാഗത്തിനും ടോട്ടൽ കിട്ടുന്ന റേഷ്യോ എൻ്റെ കയ്യിൽ എത്രയാണ്? 12:15:16. പിന്നെ തന്നിട്ടുണ്ട് ഓരോ ആൾക്കാർക്കും, വിഭാഗത്തിലെ ഓരോ ആൾക്കാർക്കും, ഒരു മാനിന്, ഒരു വുമണിന്, ഒരു ചൈൽഡിന് കിട്ടുന്ന റേഷ്യോ എൻ്റെ കയ്യിലുണ്ട് 6:5:4. അപ്പോൾ ആ റേഷ്യോ പരസ്പരം ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ടോട്ടൽ ഒരു വിഭാഗത്തിന് കിട്ടുന്ന ഡിവൈഡ് ബൈ ഓരോ ആൾക്കും കിട്ടുന്ന ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും? നമ്പർ കിട്ടും അല്ലേ? ഓരോ വിഭാഗത്തിനും ആൾക്കാരുടെ നമ്പേഴ്സിൻ്റെ റേഷ്യോ കിട്ടും. അതാണ് ഞാൻ പറഞ്ഞത് 2:3:4 എന്ന് പറയുന്നത്. അപ്പോൾ 2:3:4 9 യൂണിറ്റാണ് ടോട്ടൽ. 9 യൂണിറ്റ് 45 ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അപ്പം 1 യൂണിറ്റ് എത്ര ആയിരിക്കും? 5 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ 10 മെൻ, 15 വുമൺ, 20 ചിൽഡ്രൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. RS 710 is divided among A, B, C in such a way that A receives 40 more than B, C receives 30 more than A, and find the share of A. ഓക്കെ, അതായത് നമുക്ക് ബിക്ക് കിട്ടുന്നത് എക്സ് ആണെന്ന് വിചാരിക്കാം. ബി കിട്ടുന്നത് എക്സ് ആണ്. അങ്ങനെ എക്ക് എത്ര ആയിരിക്കും? x+40. ബി വളരെ ബേസിക് ക്വസ്റ്റ്യൻ ആണ്. x+40. സി കിട്ടുന്നത് എത്ര ആയിരിക്കും?
എക്സ് എക്ക് കിട്ടുന്നതിനേക്കാൾ 30 കൂടുതലാണ് ആർക്ക് കിട്ടുന്നത്, ബി കിട്ടുന്നത്. അപ്പം എക്സ് പ്ലസ് 40 പ്ലസ് 30 ആയിരിക്കുമല്ലോ. അപ്പോൾ എക്സ് പ്ലസ് 70 ആണ് ആർക്ക് കിട്ടുന്നത്, സി കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ടോട്ടൽ എത്രയാണ്, 3x പ്ലസ് 110, 3x പ്ലസ് 110 അല്ലേ, 110 ടോട്ടൽ. സമയം എത്ര കിട്ടുക, 3x പ്ലസ് 110. ഇതാണ് എത്ര പറയുന്നത്, 710 എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ 3x എത്രയായിരിക്കും, 600 ആയിരിക്കും. 3x 600, എക്സ് എത്ര 200, എക്സ് 200. ക്വസ്റ്റ്യൻ എന്തായിരുന്നു, ഫൈൻഡ് ദ ഷെയർ ഓഫ് എ. 200 പ്ലസ് 40, 240 ആണ് നമ്മുടെ ആൻസർ, 240. ഏറ്റവും ബേസിക് ക്വസ്റ്റ്യൻ ആണ്, അത് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, ആ രീതിയിലും ചെയ്താൽ മതി. ഓക്കെ, ബിക്ക് എക്സ് കൊടുത്തു, അങ്ങനെയാണെങ്കിൽ എൻ്റെയും സിൻ്റെയും എക്സിൻ്റെ ടേമിൽ എടുത്ത് ടോട്ടൽ സം ചെയ്തു. അത് 710 ആണെന്ന് എടുത്ത് എക്സിൻ്റെ വാല്യൂ കണ്ടു. അപ്പോൾ എൻ്റെ എക്സ് പ്ലസ് 40 ആയിരിക്കും. ഓക്കെ, 240. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. റേഷ്യോ ഓഫ് ഇൻകം ഓഫ് എ ബി സി ആർ ദ റേഷ്യോ 3:7:4 ആൻഡ് ദ റേഷ്യോ ഓഫ് ദ എക്സ്പെൻഡിച്ചർ 4:3:5. ഇഫ് എ സേവ്സ് 14 2/4 ആണ്, 2/7 ആണ്. 14 2/7 ആണ്. 142/7 അല്ല, 14 2/7% ആണ്. ഓക്കെ, 14 2/7% ഓഫ് ദ ഇൻകം. ഫൈൻഡ് ദ റേഷ്യോ ഓഫ് ദ സേവിങ്സിൻ്റെ റേഷ്യോ കാണാതെ പറഞ്ഞില്ല. നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഡയറക്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണ്, ഇവിടെ നമുക്ക് വേറെ ഹിൻ്റ് ഒന്നും തന്നെ, നമുക്ക് റേഷ്യോ, ഇവിടെ നമുക്ക് റേഷ്യോ ആണെങ്കിൽ ഡിവിഷൻ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഡയറക്റ്റ് ഡിവൈഡ് ചെയ്ത് എഴുതാം. ഓക്കെ, പക്ഷേ ഇവിടെ നമുക്ക് എന്താ ഉള്ളത്, എക്സ്പെൻഡിച്ചറും ഇൻകവും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. അത് ഒരു ബാലൻസ്ഡ് റേഷ്യോ അല്ല, അല്ലെ. 3:4:7 4:3:5 ആണ്. ഇൻകത്തിൻ്റെ റേഷ്യോ ആണ് 3:7:4. എക്സ്പെൻഡിച്ചർ 4:3:5. അപ്പോൾ നേരത്തെ നമ്മൾ കണ്ട പോലെ മൈനസ് ചെയ്ത് എഴുതാൻ പറ്റില്ല, ബാലൻസ്ഡ് അല്ല. അപ്പോൾ നമ്മൾ ഇതിനൊക്കെ എന്താക്കണം, ബാലൻസ്ഡ് കണ്ടീഷനിലേക്ക് ആക്കണം. ബാലൻസ്ഡ് ആക്കാൻ നമുക്കൊരു ഹിൻറ്റ് തന്നിട്ടുള്ളതാണ് എൻ്റെ റേഷ്യോ എന്ന് പറയുന്നത്. എ സേവ് 14.2/7%. 14.2/7% എന്ന് പറഞ്ഞാൽ 1/7 ആണ്. നമ്മൾ പേഴ്സൻറ്റേജ് പഠിക്കുമ്പോൾ പേഴ്സൻറ്റേജിനെ ഫ്രാക്ഷൻ ആക്കാൻ നമുക്ക് കുറച്ച് ടേംസ് ബൈ ഹാർട്ട് പഠിക്കണം. അപ്പം ജസ്റ്റ് ഒന്ന് ഓർത്ത് നോക്കുക. 14.2/7% എന്ന് പറഞ്ഞാൽ 1/7 ആണ്. എത്രയാണ്, 1/7 ആണ്. 1/7. ഇതിൻ്റെ മീനിങ് എന്താണ്, എൻ്റെ സേവിങ്സ് ആണ്. എ 1 രൂപ സേവ് ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ല, എക്ക് ഇൻകം 7 ആണെങ്കിൽ ബി എത്ര, എ ഇൻകം 7 ആണെങ്കിൽ എത്ര സേവ് ചെയ്യുന്നു, 1 രൂപ സേവ് ചെയ്യുന്നു. അപ്പോൾ എക്സ്പെൻഡിച്ചർ എത്രയായിരിക്കും, 6 ആയിരിക്കും എക്സ്പെൻഡിച്ചർ. ഓക്കെ, 6 ആയിരിക്കും എക്സ്പെൻഡിച്ചർ. അങ്ങനെയാണ് എൻ്റെ റേഷ്യോ ഓഫ് എക്സ്പെൻഡിച്ചർ ടു ഇൻകം, അല്ലെങ്കിൽ ഇൻകം ടു എക്സ്പെൻഡിച്ചർ എത്രയാണ്, 7:6 അല്ലേ. 7 ഇൻകം ആണെങ്കിൽ 6 എക്സ്പെൻഡിച്ചർ. അപ്പോൾ 7:6 ആണ് ആരുടെ, എൻ്റെ റേഷ്യോ എന്ന് പറയുന്നത്. ഇൻകവും സേവിങ്സും തമ്മിൽ, ഇൻകവും എക്സ്പെൻഡിച്ചറും തമ്മിൽ. ഓക്കെ, 7:6. നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്, ഇവിടെ ഇൻകവും ഉണ്ട് എക്സ്പെൻഡിച്ചറും ഉണ്ട്. ഇവിടെ നമുക്ക് റേഷ്യോ എത്രയാണ്, 3:7:4, 3:7:4, 3:7:4, അതുപോലെ 4:3:5, 3:5. ഓക്കെ, ഇതാണ് നമ്മുടെ റേഷ്യോ. ഇൻകവും എക്സ്പെൻഡിച്ചറും തമ്മിൽ തന്നിട്ടുള്ള രണ്ട് റേഷ്യോ എന്ന് പറയും, തമ്മിലുള്ളതല്ല, അവരുടെ റേഷ്യോ എന്ന് പറയും. ABC-ൻ്റെ റേഷ്യോ എന്ന് പറയും. ആദ്യത്തത് ഇത് ഇൻകം, രണ്ടാമത്തത് എക്സ്പെൻഡിച്ചർ. ഓക്കെ, ഇൻകം എക്സ്പെൻഡിച്ചർ. ഓക്കെ, ക്ലിയർ ആണ്. ഓക്കെ, എഴുതുന്നില്ല, ജസ്റ്റ് ഒന്ന്. അപ്പോൾ ഇതാണ് നമ്മുടെ റേഷ്യോ. അപ്പോൾ എനിക്കെന്ത് വേണം, ഇപ്പം എനിക്കറിയാം 7:6 ആണ് ഈ സാധനം എന്ന് പറയുന്നത്. ഇത് 7, ഇത് 6 ആണ് അല്ലേ. എനിക്ക് ഞാൻ ഒന്നുകിൽ എന്ത് ചെയ്യണം, ഇതിനെ 7ലേക്കും 6ലേക്കും മാറ്റാം. അത് ഈ 3നെ 7 ആക്കി മാറ്റാം. എങ്ങനെ 3നെ 7 ആക്കാം, ഡിവൈഡ് ചെയ്യുക. എന്താ ഡിവൈഡ് ചെയ്യുക, by 7 into 3, 7/3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 7/3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പം ഈ ടേം എന്താവും, 7 ആയി മാറും. അപ്പോൾ ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പം ഈ കംപ്ലീറ്റ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ഇതിന് ഞാൻ എന്താക്കണം, 6 ആക്കണം അല്ലേ. ഈ 6ന് ഈ 4ൻ്റെ സ്ഥാനത്ത് വരണം. അപ്പോൾ എന്ത് ചെയ്യും, ഞാൻ 6/4 കൊണ്ട്, 3/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഇതിന് ഞാൻ എന്ത് ചെയ്യും, 3/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, അങ്ങനെ നമുക്ക് എന്ത് ചെയ്യും, 2 പുതിയ റേഷ്യോ കിട്ടും. ആ പുതിയ റേഷ്യോനാ നമുക്ക് മൈനസ് ചെയ്യും. നമ്മൾ നേരത്തെ പറഞ്ഞാൽ അപ്പോൾ അത് കിട്ടുന്ന സാധനം എന്തായിരിക്കും, ബാലൻസ്ഡ് റേഷ്യോ ആയിരിക്കും. അത് നമ്മൾ എന്ത് ചെയ്യുക, ഡിഫറൻസ്, ഓരോന്നിനെയും ഡിഫറൻസ് എടുത്ത് എഴുതാം. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒന്ന് പറയാത്. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഇതിനെ 3 ആക്കണം അല്ലേ, ആദ്യത്തിനെ 7 ആക്കണം. ഇതിനെ 7 ആക്കാൻ എന്ത് ചെയ്യണം, 3/7 കൊണ്ട് 7/3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ആദ്യത്തെ റേഷ്യോ എന്തായി മാറും നോക്കാം. ആദ്യത്തെ റേഷ്യോ എന്തായി മാറും, 7:49/3, 49/3 7/3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പം 28/3. അതാണ് നമ്മുടെ ഒന്നാമത്തെ റേഷ്യോ മാറുന്നത്. 49/3 28/3. അടുത്ത റേഷ്യോ ഞാൻ എന്ത് ചെയ്യും, ഇതിനെ 4നെ ഞാൻ 6 ആക്കണം. 4നെ 6 ആക്കാൻ 6/4 ഉണ്ട്, 3/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഓക്കെ, അത് ആദ്യത്തെ 6 വന്നു. രണ്ടാമത്തെ എന്ത് വരും, 3/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത് 9/2 വരും. മൂന്നാമത്തെ എന്ത് വരും, 15 3/2 15/2 വന്നു. ഓക്കെ,
ഇത് നമ്മൾ ചെയ്യുന്നത് എന്താണ്? ഇതാണ് നമ്മുടെ ഇൻകത്തിൻ്റെ റേഷ്യോ, ഇതാണ് എക്സ്പെൻഡിച്ചർ റേഷ്യോ. ഇത് നമ്മൾ എന്ത് ചെയ്യും? ഈ 7 - 6 1 യൂണിറ്റ്, 49/3 - 9/2, അതാണ് അടുത്ത റേഷ്യോ എന്ന് പറയുന്നത്. അടുത്ത രണ്ടാമത്തെ ബീൻ്റെ റേഷ്യോ. അടുത്ത 28/3 - 15/2. അപ്പോൾ ഇത് മൈനസ് ചെയ്ത് കിട്ടുന്നതായിരിക്കും നമ്മുടെ പുതിയ റേഷ്യോ എന്ന് പറയുന്നത്. പക്ഷേ ഈ ഫ്രാക്ഷൻ വരുമ്പോൾ നമുക്ക് കാൽക്കുലേഷൻ കമ്പാരിറ്റീവ്ലി ഡിഫിക്കൽട്ടാണ്. അത് ഞാനിത് ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യുന്നത് നമ്മൾ കൺവെൻഷനലി ചെയ്യുമ്പോൾ വരുമ്പോൾ ഇതായിരിക്കും ചെയ്തിട്ടുണ്ടാവുക. പക്ഷേ എങ്കിൽ ഫ്രാക്ഷൻ വരുമ്പോൾ നമുക്ക് കുറച്ച് മൈനസും പ്ലസ്സൊക്കെ ചെയ്യാൻ കുറച്ച് ഡിഫിക്കൽട്ട് ഉണ്ടാവും അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? അതൊന്ന് ഒഴിവാക്കാം. അത് ഒഴിവാക്കാൻ എന്താ ചെയ്യേണ്ടത്? നമുക്ക് ഈ മെത്തേഡ് ഒന്ന് മാറ്റി പിടിക്കാം. ഓക്കെ, മെത്തേഡ് മാറ്റി പറഞ്ഞാൽ ഓപ്പറേഷൻ മാത്രമേ അതിൽ ബേസിക് ആയിട്ട് ആദ്യം പറഞ്ഞ കാര്യം അതുപോലെ തന്നെ ഓർത്ത് നോക്കുക. 7/6 എന്ന റേഷ്യോ നമുക്ക് കിട്ടണം. ഓക്കെ, അപ്പോൾ അതെന്താ ചെയ്യുന്നത് നോക്കാം. നേരത്തെ പറഞ്ഞു റേഷ്യോ എത്രയാണ്? 3:7:4 ആണല്ലേ? 3:7:4 ആണ് നമ്മുടെ ആദ്യത്തെ റേഷ്യോ. ഓക്കെ, രണ്ടാമത്തെ റേഷ്യോ എത്രയാണ്? 4:3:5. 4:3:5. എനിക്ക് എന്താണ് വേണ്ടത്? എനിക്ക് വേണ്ടത് ഇവിടെ 7 ആക്കണം, ഇവിടെ 6 ആക്കണം അല്ല. ആദ്യത്തെ എൻ്റെ സ്ഥാനത്ത് A, B, C ഇങ്ങനെയാണ്. എൻ്റെ സ്ഥാനത്ത് എന്താക്കണം? 7/6 എന്ന രീതിയിലാക്കണം. ഓക്കെ, റേഷ്യോ ഉണ്ട്, ഞാൻ റേഷ്യോ ഇടുന്നില്ല, സിമ്പിൾ ഇടുന്നില്ല, അങ്ങനെയാണെന്ന് വിചാരിച്ചാൽ. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യണം? ഇതിന് ഞാൻ ചെയ്യേണ്ട പരിപാടി എന്താണ്? ഈ 3-ൻ്റെയും 4-ൻ്റെയും LCM എടുക്കുക. 3-ൻ്റെയും 4-ൻ്റെയും LCM എടുക്കുക. 3-ൻ്റെയും 4 LCM എത്രയാണ്? 12. ആ 12 കൊണ്ട് ഞാൻ ഇവിടെയും മൾട്ടിപ്ലൈ ചെയ്യാം. എത്ര കിട്ടുക? 7 12 84 എന്ന് കിട്ടും. ഓക്കെ, 84 6 12 72 എന്ന് കിട്ടും. 84 72 84 72. അതായത് ഞാനിപ്പം ഈ 3ക്ക് പകരം, ഈ 3ക്കും 4നും പകരം ഞാനിപ്പോൾ എന്താ എഴുതാൻ പോവാണ്? 84 72 എഴുതാൻ പോവാണ്. ഓക്കെ, 84 72 3ക്കും 4നും പകരം. ഈ 3നെ 84 ഞാൻ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തത്? 28 കൊണ്ട്. അപ്പം ഞാൻ എന്ത് ചെയ്തു? ഈ 7-നെയും 28 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. 7-നെ 28 മൾട്ടിപ്ലൈ എത്ര കിട്ടാം? 30 × 7 210. 210 14 കുറച്ചാൽ 196 കിട്ടും. 196 കിട്ടും. അപ്പം ബീൻ്റെ സ്ഥാനത്ത് 196. എന്താ ചെയ്തത്? ഞാൻ ഓരോന്നിനെയും 28 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, 28 കൊണ്ട് മൾട്ടിപ്ലൈ. 28 കൊണ്ട് ഞാൻ എന്തിനാണ് മൾട്ടിപ്ലൈ ചെയ്തത്? അതായത് ഇവിടെ ഞാൻ എന്താക്കി? 3ക്ക് വരെ 84 ആക്കി. അപ്പോൾ 84 കിട്ടാൻ ഞാൻ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 3നെ 28 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതായത് ആ റേഷ്യോനെ കംപ്ലീറ്റ് ആയിട്ട് 28 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്, ആദ്യത്തെ റേഷ്യോനെ. അതാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ റേഷ്യോനെ 3-നെ 84, 7 196, 4 എത്ര വരും? 56 112. 112 4 × 28 112. അതായത് കംപ്ലീറ്റ് ആയിട്ട് ഇതിനെ 28 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഇനി രണ്ടാമത്തെ കേസ് 72 ആക്കുന്നത്. ഏതിനെ 72 ആക്കുന്നത്? 4-നെയാണ് 72 ആക്കുന്നത്. 4-നെ 72 ആക്കാൻ എത്ര കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്? ഇൻറ്റു 18 കൊണ്ടാണ് അല്ലേ? 18 × 4 ആണ് 72. സോ 18 കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യും. ആദ്യത്തിന് 72 ആയി, 3 × 54 എന്ന് വരും. അടുത്ത എന്താ? 18 × 5 80 വരും. ഓക്കെ, ഇതാണ് നമ്മുടെ പുതിയ ഇൻകവും എക്സ്പെൻഡിച്ചറും നമ്മുടെ റേഷ്യോ. ഇൻകത്തിൻ്റെ റേഷ്യോ ഇത്, എക്സ്പെൻഡിച്ചർ റേഷ്യോ ഇത്. ഇതിന് നമുക്ക് എന്ത് ചെയ്യാം? ഡിഫറൻസ് എടുക്കാം. ഡിഫറൻസ് എടുക്കുമ്പോൾ എത്ര കിട്ടുക? ആദ്യത്തെ കേസിൽ 84 12 കിട്ടും അല്ലേ? 12 ഡിഫറൻസ് എടുത്ത് ഞാൻ ഇവിടെ മാറ്റി എഴുതുകയാണ്. അത് കിട്ടും 12. 84 12 കുറച്ച് 84 72 12 കിട്ടും. 196 54 കുറച്ച് എത്ര കിട്ടാം? 142 അല്ലേ? 142 ഈസ്റ്റു നെക്സ്റ്റ് എത്ര? 112 80 കുറച്ച് 32 കിട്ടും. 32. അപ്പം ഇതാണ് നമ്മുടെ എന്തെന്ന് പുതിയ റേഷ്യോ എന്ന് പറയുന്നത്. 22 അല്ലേ? 18 × 5 90 ആണ്. ഓക്കെ, 18 × 90 ആണ്. ചെറിയ അമൗണ്ട് 90. അപ്പോൾ 22. ഓക്കെ, 22. എങ്ങനെയാണെങ്കിൽ ഈ റേഷ്യോ നമ്മൾ ഞാൻ ഡിവൈഡ് ചെയ്യാണ്. എത്ര കിട്ടുക? റേഷ്യോ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 6:2 വെച്ച് ഡിവൈഡ് ചെയ്യാണ്. 71:22. ഇതാണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ ആൻസർ. 6:71:22 ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, 6:21:72. 6:71:22 ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, ഈ ഒരു മെത്തേഡ് ഒന്ന് ഫോളോ ചെയ്യും. ഇതിൽ നമുക്ക് ആദ്യത്തെ മെത്തേഡ് ഫ്രാക്ഷൻ ഉണ്ടാവും, ഇവിടെ ഫ്രാക്ഷൻ ഉണ്ടാവില്ല. ആ ഒരു പ്രൊസീജിയർ മാത്രം നോക്കിയാൽ മതി. എന്താ ചെയ്ത് ആക്ച്വലി
നമുക്കറിയാം 7:6 കിട്ടിയത് ക്ലിയർ ആണല്ലോ. 7:6 കിട്ടി. അതായത് ഇവിടെ 7 ആക്കണം, അതായത് ഈ 3ക്ക് 7 ആക്കണം, ഇതിനെ 4 ആക്കണം. ഞാൻ 7 4ലേക്ക് ആക്കുമ്പോഴാണ് നമുക്ക് ഫ്രാക്ഷൻ വരുന്നത്. അപ്പം 2 7ൻ്റെയും 6ൻ്റെയും ഒരു 4ൻ്റെയും 3ൻ്റെയും LCM എടുത്തിട്ട് ഞാൻ ആ 7നെയും 6നെയും മൾട്ടിപ്ലൈ ചെയ്തു. എത്ര കിട്ടുക? അങ്ങനെയാണ് ഞാൻ 84 72 ആക്കിയത്. 84 72 ആക്കി. അതായത് ഈ 84 72 പറഞ്ഞാൽ ആക്ച്വലി എത്രയാണ്? 12 ഡിവൈഡ് ചെയ്താൽ 7:6 തന്നെയല്ലേ? ആ റേഷ്യോ അവിടെ മെയിൻറ്റെയിൻ ചെയ്തു. പക്ഷെ നമ്മൾ ചെയ്തെന്താണ്? 12 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. എന്തിനാണ് 12 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തത്? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഫ്രാക്ഷൻ കിട്ടില്ല. ഫ്രാക്ഷൻ ഒഴിവാക്കാൻ വേണ്ടി. ഓക്കെ, ഫ്രാക്ഷൻ ഒഴിവാക്കാൻ വേണ്ടി 84 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. 84 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാവുന്ന മീനിങ് എന്താണ്? ഈ 3നെ 28 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് ഞാൻ 84 ആക്കിയത്. അപ്പോൾ റേഷ്യോനെ ഒരു നമ്പറിനെ മാത്രം മൾട്ടിപ്ലൈ ചെയ്താൽ ഈ 3 നമ്പറിന് ഞാൻ 28 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അങ്ങനെയാണ് ഞാൻ ഈ റേഷ്യോയിലേക്ക് എത്തിച്ചത്. 28 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട്. രണ്ടാമത്തെ കേസിൽ 6നെ 12 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 72 കിട്ടും. 72 എന്ന് പറഞ്ഞാൽ ഈ 4നെ 18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് 72 കിട്ടിയത്. അങ്ങനെയാണെങ്കിൽ ഈ റേഷ്യോയിലെ എല്ലാ നമ്പറിനും ഞാൻ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? ഈ 18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ എനിക്ക് എന്ത് കിട്ടും? ഈ റേഷ്യോ 72:54:90. ഇനി ഞാൻ എന്ത് ചെയ്താൽ മതി? ഇതിന് ഡിഫറൻസ് എടുത്തു. 84 എന്ത് ചെയ്തു? ഈ ഒന്നാമത്തെ റേഷ്യോ ഇൻകത്തിന് എന്ത് ചെയ്തു? എക്സ്പെൻഡിച്ചർ മൈനസ് ചെയ്തു. അങ്ങനെയാണ് എനിക്ക് എന്ത് കിട്ടും? സേവിങ്സിൻ്റെ റേഷ്യോ കിട്ടും. ഓക്കെ, 84 72 കുറച്ചാൽ 12 142 22. കോമൺ ആയിട്ട് കട്ട് ചെയ്ത് 2 വെച്ച് കട്ട് ചെയ്തു. 6:71:22. ഇതാണ് നമ്മൾ റേഷ്യോൻ്റെ ആൻസർ എന്ന് പറയും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോവാം. നമുക്കൊരു പുതിയൊരു കോൺസെപ്റ്റാണ്. അതായത് ഈ ടേം മാത്രം നമുക്ക് ചെറിയൊരു ഇക്വേഷൻ ഒന്നുമില്ല. ആക്ച്വലി നമുക്ക് ഡയറക്റ്റ് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. ജസ്റ്റ് നോക്കുക. ഫൈൻഡ് ദ മീൻ പ്രപ്പോർഷൻ ഓഫ് 2 and 3, അല്ല ഫൈൻഡ് ദ തേർഡ് പ്രപ്പോർഷൻ, ഫൈൻഡ് ദ ഫോർത്ത് പ്രപ്പോർഷൻ. ഇങ്ങനെ 3 ടേം സാധാരണയായി ചോദിക്കാറുണ്ട്. എന്താണെന്ന് നോക്കാം. ഓക്കെ, ഞാൻ രണ്ട് നമ്പേഴ്സ് എടുത്ത് 2ൻ്റെയും 3ൻ്റെയും മീൻ പ്രപ്പോർഷൻ എടുക്കാറുണ്ട്. ഒന്നും ചെയ്യണ്ട, 2 മൾട്ടിപ്ലൈ ചെയ്യുക. എത്ര കിട്ടും? 6 കിട്ടും. 2 × 3 6 കിട്ടും. അതിൻ്റെ റൂട്ട് അങ്ങ് എടുക്കുക. ഇതാണ് എന്താണ് മീൻ പ്രപ്പോർഷൻ എന്ന് പറയുന്നത്. മീൻ പ്രപ്പോർഷൻ എന്താണ്? മീൻ പ്രപ്പോർഷൻ എന്ന് പറയുന്നത് റൂട്ട് 2/3. അതായത് ഇപ്പോൾ AB 2 നമ്പർ ആണെങ്കിൽ റൂട്ട് AB ആണ് അതിൻ്റെ മീൻ പ്രപ്പോർഷൻ. റൂട്ട് AB ആണ് മീൻ പ്രപ്പോർഷൻ. ഓക്കെ, റൂട്ട് AB ആണ് മീൻ പ്രപ്പോർഷൻ. ജസ്റ്റ് ആ ഇക്വേഷനായിട്ട് ഒന്ന് ഓർത്ത് നോക്കുക. അടുത്ത തേർഡ് പ്രപ്പോർഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതുപോലെ 2 നമ്പേഴ്സ് ഉണ്ടാവും. 18 36. ഓക്കെ, ഇതിനിങ്ങനെ നമുക്ക് എഴുതാം. ജസ്റ്റ് 36 ഡിവൈഡ് ബൈ ഒരു എക്സോ വൈയോ. ഈ എക്സ് ആണ് നമ്മുടെ തേർഡ് പ്രപ്പോർഷൻ എന്ന് പറയുന്നത്. ഓക്കെ, എന്താ ചെയ്ത് 2 നമ്പർ ഉണ്ട്, അതിൻ്റെ തേർഡ് പ്രപ്പോർഷൻ കാണാൻ 18/36 എന്ന് എഴുതുക. അതേ സാധനത്തിന് രണ്ടാമത്തെ നമ്പറിനെ ഇവിടെ കയറ്റി എഴുതുക 36/x എന്ന് എഴുതുക. എക്സ് ആണ് നമ്മുടെ തേർഡ് പ്രപ്പോർഷൻ. അപ്പോൾ എക്സ് ഈക്വൽ എന്ത് ചെയ്താൽ നമുക്ക് 36 സ്ക്വയർ ഡിവൈഡ് ബൈ 18. എക്സ് ഈക്വൽ ടു 36 സ്ക്വയർ ഡിവൈഡ് ബൈ 18. അതായത് ഇതാണ് AB 2 നമ്പറാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ. AB 2 നമ്പറാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അതിൻ്റെ തേർഡ് പ്രപ്പോർഷൻ കാണാൻ പറഞ്ഞാൽ എന്ത് ചെയ്യേണ്ടു? B² ഡിവൈഡ് ബൈ A ചെയ്താൽ മതി. ഇത്രയാണ് B² ഡിവൈഡ് ബൈ A അല്ലേ? B² ഡിവൈഡ് ബൈ A. ഇതാണ് തേർഡ് പ്രപ്പോർഷൻ എന്ന് പറയുന്നത്. ഇനി ഫോർത്ത് പ്രപ്പോർഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് 3 നമ്പേഴ്സ് ഉണ്ടാവും. എത്രയാണ്? 3 നമ്പേഴ്സ് 12 16 18. നമ്മൾ നേരത്തെ ചെയ്ത പോലെ ആദ്യത്തെ 2 നമ്പേഴ്സിന് ഒരു റേഷ്യോ ആയിട്ട് എഴുതുക. 12/16 ഈക്വൽ ടു മൂന്നാമത്തെ നമ്പർ എന്ന് പറയുന്നത് 18 നമുക്ക് ഉണ്ടാക്കാം ഓൾറെഡി. 18 ഡിവൈഡ് ബൈ എക്സ് എന്ന് എഴുതുക. ഇതെന്ത് ചെയ്യുക? മൾട്ടിപ്ലൈ ചെയ്യുക. എക്സ് ഈക്വൽ ടു സാധാരണ ചെയ്യുന്നല്ലോ ബേസിക് ആയിട്ട്. ആ ടേം മാത്രമേ ഇഷ്യൂ ഉള്ളൂ, ബാക്കിയെല്ലാം സെയിം തന്നെയാണ്. എന്താണ്? 18 × 16 ഡിവൈഡ് ബൈ 12. അപ്പോൾ ABC 3 ഡിവൈഡ് ബൈ 12 എന്നിട്ട്. ഓക്കെ, ഡിവൈഡ് ബൈ 12. അതായത് ABC 3 നമ്പർ ആണെങ്കിൽ BC ഡിവൈഡ് ബൈ A. ഇങ്ങനെ ഇക്വേഷൻ ആയിരുന്നു പഠിക്കേണ്ട. ആക്ച്വലി BC ഡിവൈഡ് ബൈ A ആയിരിക്കും. എന്താണ്? BC ബൈ A ആണ് നമ്മുടെ ഫോർത്ത് പ്രപ്പോർഷൻ എന്ന് പറയും. ഫോർത്ത് പ്രപ്പോർഷൻ BC ബൈ. ഇങ്ങനെ ഇക്വേഷൻ ആയിട്ട് പഠിക്കണം. നമുക്ക് ഈ ഒരു കോൺസെപ്റ്റ് ഇതാണ് തേർഡ് പ്രപ്പോർഷൻ, ഫോർത്ത് പ്രപ്പോർഷൻ എന്നും ഇതാണ് തേർഡ് പ്രപ്പോർഷൻ എന്നും ഐഡിയ ഉണ്ടെങ്കിൽ നമുക്ക് ഇക്വേഷൻ ആയിട്ട് ജസ്റ്റ് ആ ഒരു റീഅറേഞ്ച് ചെയ്ത് എഴുതിയാൽ മതി. അല്ലെങ്കിൽ എന്ത് ചെയ്യാം? ആ ഇക്വേഷനായിട്ട് പഠിച്ചു നോക്കുക. ഓക്കെ, മീൻ പ്രപ്പോർഷൻ റൂട്ട് AB, തേർഡ് പ്രപ്പോർഷൻ B² ബൈ A, ഫോർത്ത് പ്രപ്പോർഷൻ BC ബൈ A. ഓക്കെ, ഇത്രയാണ് ഈ ഒരു ടേം. മീൻ പ്രപ്പോർഷൻ, തേർഡ് പ്രപ്പോർഷൻ, ഫോർത്ത് പ്രപ്പോർഷൻ. ഇതിങ്ങനെ ചോദിക്കും ഡയറക്റ്റായിട്ട്. എന്താണ് നമ്പേഴ്സ് അല്ലെങ്കിൽ ഏതെങ്കിലും വേരിയബിൾ ആയിരിക്കും ഈ രീതിയിൽ ചോദിക്കാം. ഓക്കെ, ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോകാം.
A price of gold is directly proportional to the score of its weight, okay, and a person break down the gold and the ratio 3:2:1 and sold incurs a loss of 4620. Find the initial price of the gold. Initial price of the gold ആണ് കാണേണ്ടത്. എന്താ ക്വസ്റ്റ്യൻ? അത് അതിൻ്റെ വെയിറ്റിന് പ്രപ്പോർഷണൽ ആണ്. സ്കോർ ഓഫ് അതിൻ്റെ വെയിറ്റിൻ്റെ സ്ക്വയറിന് പ്രപ്പോർഷണൽ ആണ് ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം നമ്മളിവിടെ ബ്രേക്ക് ചെയ്ത് വിറ്റ് കഴിഞ്ഞാലും ഒന്ന് മുഴുവനായിട്ട് വിറ്റ് കഴിഞ്ഞാൽ വെയിറ്റിന് മാറ്റം വരുന്നില്ല അല്ലേ? വെയിറ്റിന് മാറ്റം വരുന്നില്ല, വിച്ച് മീൻസ് 3 + 2 + 1 5 6 യൂണിറ്റാണ് എന്തെന്ന് ടോട്ടൽ വെയിറ്റ് എന്ന് പറയുന്നത്. 6 യൂണിറ്റാണ് ടോട്ടൽ. അപ്പോൾ ഞാൻ 6 നിർത്തി ജസ്റ്റ്. അങ്ങനെയാണെങ്കിൽ ഇനിഷ്യൽ വെയിറ്റ് എത്രയാണ്? 6. ഇനിഷ്യലിൽ എപ്പോഴുള്ള വെയിറ്റ് 6ആണ്. അപ്പോൾ ആദ്യത്തെ കേസിൽ ഞാൻ എന്താ ചെയ്യുന്നത്? ഈ വെയിറ്റിൻ്റെ പ്രപ്പോർഷൻ ആയിട്ടാണ് എൻ്റെ പ്രൈസ് എന്ന് പറയുന്നത്. വെയിറ്റിന് പ്രപ്പോർഷൻ ആയിട്ട് പ്രൈസ് എന്ന് പറയുമ്പോൾ എത്രയാണ്? 6 സ്ക്വയർ ആയിരിക്കും എൻ്റെ പ്രൈസ് എന്ന് പറയുമ്പോൾ 36 യൂണിറ്റ് സ്ക്വയർ അല്ല 36 സ്ക്വയർ 6 സ്ക്വയർ ആയിരിക്കും എൻ്റെ വെയിറ്റ് എന്ന് പറയും. സോറി, എൻ്റെ റേറ്റ് എന്ന് 36 യൂണിറ്റ് സ്ക്വയർ ആണ് എൻ്റെ ആദ്യത്തെ കേസിലെ എത്ര പൈസ എന്ന് പറയുന്നത്. എത്രയാണ്? 36. ഓക്കെ, 36 യൂണിറ്റ് സ്ക്വയർ ഇട്ടില്ലെങ്കിൽ ആ 36 എന്നുണ്ട്. നമുക്ക് 36 നമുക്ക് വാല്യൂ എന്ന് പറയുന്നത്. 36 ഇനിഷ്യൽ കേസിൽ ആദ്യം മുഴുവനായിട്ട് വെക്കുമ്പോഴുള്ള പ്രൈസ്. ഞാൻ എന്താ ചെയ്തത്? ഇതിനെ സ്പ്ലിറ്റ് ആക്കി വിട്ടു. ആദ്യത്തെ 3 യൂണിറ്റ് അല്ല 3 കിലോ എന്തോ വെയിറ്റ് 3 ആണല്ലേ, അതിൻ്റെ സ്ക്വയർ ആയിരിക്കും അതിൻ്റെ പ്രൈസ് എന്ന് പറയുമ്പോൾ 9 പ്ലസ് 2 വെയിറ്റുള്ള അതിൻ്റെ പ്രൈസ് എത്രയായിരിക്കും? 2 സ്ക്വയർ 4 പ്ലസ് 1 വെയിറ്റുള്ള അതിൻ്റെ പ്രൈസ് എത്രയായിരിക്കും? 1 സ്ക്വയർ. അത് 1 തന്നെ. 9 4 13. അപ്പം 14 ആയിരിക്കും ഏത് കേസിൽ? നമ്മൾ ഈ റേഷ്യോയിൽ സ്പ്ലിറ്റ് ചെയ്തിട്ട് വിൽക്കുമ്പോഴുള്ള പ്രൈസ് എന്ന് പറയുന്നത്. മറ്റങ്ങനെ വിൽക്കുമ്പോൾ മുഴുവനായിട്ട് വിൽക്കുമ്പോൾ 36ആണ്, സ്പ്ലിറ്റ് ചെയ്ത് വിൽക്കുമ്പോൾ 12. അപ്പോൾ ഇതിന് നമ്മൾ ഡിഫറൻസ് എത്രയാണ്? എത്ര പൈസ ഡിഫറൻസാണ് വരുന്നത്? 22 അല്ല 22 യൂണിറ്റ്. 22 യൂണിറ്റിൻ്റെ ഡിഫറൻസ് ആണ് ഇവർ നമ്മൾ ഈ രീതിയിൽ വെക്കും, മുഴുവനായിട്ട് വെക്കുമ്പോഴും സ്പ്ലിറ്റ് ചെയ്ത് വെക്കുമ്പോഴും വരുന്നത്. ഓക്കെ, അങ്ങനെ വെക്കുമ്പോഴുള്ള ലോസ് എത്രയാണ്? 4620. അത് 4620 ഏത് നമ്മുടെ 22 യൂണിറ്റ്. അങ്ങനെയാണ് ഒരു യൂണിറ്റ് എത്രയായിരിക്കും? 4620 ഡിവൈഡ് ബൈ 22 ചെയ്യണം. 2 22 24 ബൈ 22 ചെയ്താൽ മതി അല്ലേ? 24 22 200 ഒരു യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 210 എന്നിട്ട് ഒരു യൂണിറ്റ് എത്ര ഇട്ടാൽ 210 എന്നിട്ട്. നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? ഫൈൻഡ് ദ ഇനിഷ്യൽ പ്രൈസ് ഓഫ്. ഇനിഷ്യൽ പ്രൈസ് എത്ര? 36 യൂണിറ്റ് ആണ് ഇനിഷ്യൽ പ്രൈസ് അല്ലേ? 36 യൂണിറ്റ്. അപ്പം ഈ 36 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 36 × 210 ആയിരിക്കും നമ്മുടെ ആൻസർ. 36 × 210 ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. എത്ര കേട്ടോ? 36 × 2 720. 720 36 756. 7560 756 ഒരു 0 അല്ലേ? ഇതായിരിക്കും നമ്മുടെ ഇനിഷ്യൽ പ്രൈസ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോകാം. Divide 1250 among A, B, C so that A gets 2/9 of B share and C gets 3/4 of A. അതായത് A equal to എത്രയാണ്? A equal to 2/9 of B. A equal to 2/9 of B. അതുപോലെ C equal to 3/4 of A. 3/4 of A. ചെറിയ അക്ഷരത്തിൽ എഴുതുകയാണ്, നമുക്ക് ഈസി ആയിട്ട് എഴുതാൻ പറ്റും. ഓക്കെ, നമ്മൾ എക്സാമിന് എഴുതുമ്പോഴും ABC ക്യാപിറ്റൽ എഴുതുന്നതിന് പകരം സ്മോൾ ലെറ്റർ യൂസ് ചെയ്യാം. കുറച്ചും കൂടെ കംഫർട്ടായിട്ട് ഫാസ്റ്റായിട്ട് നമുക്ക് എഴുതി പോകാൻ പറ്റും. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ റേഷ്യോ. അപ്പം നമുക്ക് ഇതിന് എന്ത് കിട്ടും? A:B എന്ന് കിട്ടും. A:B എന്ത് കിട്ടും? A:B equal to 9:2. 9:2 എന്ന് കിട്ടും അല്ലേ? സോറി 2:9. A/B എന്ന് പറയുന്നത് 2/9. അപ്പോൾ 2:9 കിട്ടും. അതുപോലെ A/C എന്ത് കിട്ടും? A/C എന്ന് പറയുന്നത് 4/3. A/C എന്ന് പറയുന്നത് അത് കിട്ടും 4:3 കിട്ടും. 4:3. പിന്നെ എനിക്ക് എന്ത് വേണം? അങ്ങനെ A:B:C കാണാം. A:B:C കാണാം. എന്താ ചെയ്യേണ്ടത്? ഞാൻ ഇവിടെ രണ്ടിലും A ഉണ്ടല്ലേ? അപ്പം ഞാൻ എനെ കോമൺ ആക്കിയാൽ പോരെ. ഇതിന് എന്ത് കംപ്ലീറ്റ് ആയിട്ട് 2 കൊണ്ട് മൾട്ടിപ്ലൈ × 2 അത് വരും 4 വരും അല്ലേ? 4 ഇവിടെയും 4 ആയി. അപ്പോൾ ഇവിടെയും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഈ ഭാഗത്തും 4 ആവും. അപ്പോൾ ഈ ഇതെന്താവും? 18 ആവും അല്ലേ? 18. അപ്പോൾ നമ്മുടെ റേഷ്യോ എന്ത് വരും? A 4 വരും, B 18 വരും, C എത്ര? 3 വരും. അപ്പോൾ ഇതാണ് നമ്മുടെ A:B:C. A:B:C 4:18 4:18 നമ്മുടെ A:B:C എന്ന് പറയും. ഓക്കെ, 22 25 യൂണിറ്റ് അല്ലെ? സം എത്രയാണ്? 25 യൂണിറ്റ് ആണ് ആ ടോട്ടൽ സം എന്ന് പറയുന്നത്. 25 യൂണിറ്റ് എത്രയാണ്? 1250 ആണ്. അപ്പോൾ ഒരു യൂണിറ്റ് എത്രയായിരിക്കും? 50 ആയിരിക്കും. നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്?
എൻ്റെ ഷെയർ 4 × 5 25 100 അല്ലേ. 100 പ്ലസ് ഒരു സീറോ കൂടെ വരും, 1000 ആയിരിക്കും നമ്മുടെ ആൻസർ. ഓക്കെ, നമ്മൾ നേരത്തെ ചെയ്ത സെയിം മെത്തേഡാണ്, അത് ജസ്റ്റ് ചെയ്ത് നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 1 year ago the ratio of income of A and B in the ratio 3:5. The ratio of the last year income to current year income is 2:3 and 4:5. ഓക്കെ, ഇത് ടോട്ടൽ കറണ്ട് ഇയർ ഇൻകം ഈസ് 4300. ഫൈൻഡ് ദർ പ്രസൻറ്റ് ഇയർ ഇൻകം ഇൻഡിവിജ്വലി. ഓക്കെ, നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? നമുക്ക് തന്നിട്ടുള്ള എത്രയാണ്? ഇപ്പോഴത്തെ കറണ്ട് പ്രസൻറ്റ് ഇയർ ഇൻകമാണ് കണ്ടെത്തുന്നത്. അതിൻ്റെ ടോട്ടൽ തന്നിട്ടുണ്ട് 4300 തന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് കറണ്ട് ഇയർ ഇൻകത്തിൻ്റെ റേഷ്യോ A:B എന്ന രീതിയിൽ കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്യാം? രണ്ടാളുടെയും ഈ 4300 ആ റേഷ്യോ സെപ്പറേറ്റ് ചെയ്താൽ ഡിവൈഡ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ എനിക്ക് എന്ത് വേണം? കറണ്ട് ഇയർ ഇൻകം കണ്ടുപിടിക്കണം. കറണ്ട് ഇയർ ഇൻകത്തിൻ്റെ റേഷ്യോ A:B കണ്ടുപിടിക്കണം. നമുക്ക് തന്നിട്ടുള്ള എന്താണ്? ലാസ്റ്റ് ഇയർ ഇൻകം തന്നിട്ട് എത്രയാണ്? 3:5 ആണ് ലാസ്റ്റ് ഇയർ ഇൻകത്തിൻ്റെ റേഷ്യോ. 3:5 ആണ് നമ്മുടെ ലാസ്റ്റ് ഇയർ ഇൻകത്തിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത്. ആരുടെ? എയും ബിയും. ഓക്കെ, വേറെ തന്നിട്ടുണ്ട് എൻ്റെ ലാസ്റ്റ് ഇയർ ഇൻകവും ഇപ്പോഴത്തെ ഇയർ ഇൻകം നമ്മൾ റേഷ്യോ 2:3 ആണ്. അതുപോലെ ബീൻ്റെ ലാസ്റ്റ് ഇയർ ഇൻകം ഇപ്പോഴത്തെ റേഷ്യോ ഇപ്പോഴത്തെ ഇൻകം നമ്മൾ റേഷ്യോ 4:5 ആണെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്ത് ചെയ്താൽ മതി? ഇപ്പോഴത്തെ ഇൻകം, അതായത് ഇപ്പോഴത്തെ ഇൻകം എന്ന് പറഞ്ഞാൽ ഈ മൂന്നും ഈ 5ഉം ആണല്ലോ ഇപ്പോഴത്തെ ഇൻകത്തിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എനിക്ക് ഈ 2ൻ്റെ സ്ഥാനത്ത് ഈ 3 ആയിരുന്നെങ്കിൽ, ഈ 2ൻ്റെ സ്ഥാനത്ത് ഈ 3 ആയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഈ 4ൻ്റെ സ്ഥാനത്ത് ഈ 5 ആയിരുന്നെങ്കിൽ എനിക്ക് കറണ്ട് റേഷ്യോ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 3:, ഈ 3ഉം 5ഉം തന്നെ ആയിരുന്നേനെ. പക്ഷെ എന്താണ് ഇവിടെ? 3ഉം 5ഉം അല്ല, ഈ 3ഉം 5ഉം അല്ല ഉള്ളത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ഈ 2നെയും ഈ 4നെയും എന്താക്കണം? ഈ 2നെ 3 ആക്കണം, ഈ 4നെ 5 ആക്കണം. 5 ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കിട്ടുന്ന ആക്കുന്ന സമയത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ റേഷ്യോനെ കംപ്ലീറ്റ് ആയിട്ട് എന്തോ ഒരു ഓപ്പറേഷൻ ചെയ്യുമ്പോഴായിരിക്കുമല്ലോ ഈ 2, 3 ആവുക. അപ്പം ഈ 3നും ഒരു മാറ്റം വരും. അപ്പോൾ ഈ 4നെ ഞാൻ 5 ആക്കുമ്പോൾ എന്തോ ഒരു ഓപ്പറേഷൻ ചെയ്യുമല്ലോ, ആ സമയത്ത് ഈ 5നും മാറ്റം വരും. അപ്പോൾ അങ്ങനെ ഇവിടെ കിട്ടുന്ന ഒരു പുതിയ വാല്യൂ, ഇവിടെ കിട്ടുന്ന ഒരു പുതിയ വാല്യൂ, ഇതിൻ്റെ രണ്ടിൻ്റെ റേഷ്യോ ആയിരിക്കും നമ്മുടെ കറണ്ട് ഇയർ ഇൻകം ഓഫ് A:B എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ അതാണ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് 2 രീതിയിൽ ചെയ്യാം. നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു മെത്തേഡ്, അല്ലെങ്കിൽ നമ്മൾ 2 രീതിയിൽ നമ്മൾ നേരത്തെ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ഒന്നെന്താ ചെയ്യേണ്ടത്? ഇതിനെ ഇപ്പം 2നെ 3 ആക്കാൻ എന്ത് വേണം? 3/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ. ഇവിടെ 4നെ 5 ആക്കാൻ വേണ്ടി 5/4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ആ രീതിയിൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ നേരത്തെ കണ്ടു ഫ്രാക്ഷൻ വന്നു അല്ലേ. അപ്പോൾ ഇവിടെയും അത് തന്നെ സംഭവിക്കും, ഫ്രാക്ഷൻ വരും. ആ മെത്തേഡ് നമ്മൾ ചെയ്യുന്നില്ല. സോ നമ്മൾ എന്ത് ചെയ്യും? LCM മെത്തേഡ് ചെയ്യും. നമ്മൾ നേരത്തെ ചെയ്ത LCM മെത്തേഡ് ഇവിടെയും ഉപയോഗിക്കാൻ പോവാണ്. ഓക്കെ, ശ്രദ്ധിക്കുക എങ്ങനെ ചെയ്യുന്നു. ഓക്കെ, നോക്കാം. നമ്മുടെ റേഷ്യോ എത്രയാണ്? 3:5. 3:5 ആണ് റേഷ്യോ. ഏത്? കറണ്ട് ഇയർ അല്ല, പ്രീവിയസ് ഇയർ A:B 3:5 ആണ്. ഇപ്പോഴത്തെ റേഷ്യോ എത്രയാണ്? എൻ്റെ ഇപ്പോഴത്തെയും കഴിഞ്ഞ പ്രാവശ്യത്തെയും ഇപ്പോഴത്തെ റേഷ്യോ 2:3 അല്ലേ. 2:3യും മറ്റേത് 4:5 ആണ്. ബീൻ്റെ കേസിൽ 4:5 ആണ്. ഓക്കെ, നമുക്കിപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ഈ 2ഉം ഈ 4ഉം ആണ് മാറ്റേണ്ടത് അല്ലേ. അതിനെയാണ് 3യും 5ഉം ആക്കി മാറ്റേണ്ടത്. അതിന് പകരം ഞാൻ ചെയ്യുന്നത് പറഞ്ഞാൽ ഈ 2നും 4ൻ്റെ LCM എടുക്കും. 2നും 4 LCM എത്രയാണ്? 2 4 LCM 4 തന്നെയാണ്. ആ 4നെ കൊണ്ട് ഈ 2 സാധനത്തിന് ഞാൻ മൾട്ടിപ്ലൈ ചെയ്യും. അത്രയായിട്ട് നമുക്ക് 2 മൾട്ടിപ്ലൈ ചെയ്താൽ 3 × 4 12 വരും അല്ലേ. ഇവിടെ എന്ത് വരും? 12 വരും. ഇവിടെ 12 വന്നു. ഇവിടെ ഞാൻ 5 × 4 ചെയ്താൽ 20 വന്നു. 12 ഇവിടെ 5 ഉണ്ടായത് 20 ആയി. എന്താണ് ചെയ്തത്? ഈ 2ൻ്റെയും പ്രീവിയസ് ഇയറിൻ്റെ വാല്യൂ ഇല്ലേ, പ്രീവിയസ് ഇയറിൻ്റെ എൻ്റെയും ബിൻ്റെയും ആ ഒരു വാല്യൂ, അത് 2ഉം 4ഉം ആണ്. അതിൻ്റെ റേഷ്യോ ഞാൻ LCM എടുത്തപ്പോൾ 4 കിട്ടി. ആ 4നെ കൊണ്ട് ഞാൻ പ്രീവിയസ് ഇയറിലെ A:B എന്ന റേഷ്യോനെ, നമ്മുടെ A:B എന്ന റേഷ്യോനെ മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ എനിക്ക് 12ഉം 20ഉം കിട്ടി. ഓക്കെ, 12ഉം 20ഉം കിട്ടി. ഇനി നോക്കാം. എനിക്കിപ്പോൾ ഇവിടെ 12 ആണ്, ഇവിടെ 20 ആണ്. ഓക്കെ, ഈ 2നെ ഞാൻ 12 ആക്കാൻ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? × 6. ഞാൻ ഈ 3നെയും × 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. × 6. അപ്പോൾ എത്ര കിട്ടും? എനിക്ക് 18 കിട്ടും. ഓക്കെ, ഇനി അടുത്ത പരിപാടി, ഈ 4നെ 20 ആക്കാൻ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ. ഞാൻ ഈ 5നെയും 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ എത്ര കിട്ടും? 25 കിട്ടും. ഇതാണ് എൻ്റെ ഇപ്പോഴത്തെ എൻ്റെയും ബിൻ്റെ റേഷ്യോ 18:25. ഈ 18:25 എന്ത് ചെയ്യണം? ഈ 4300 ഡിവൈഡ് ചെയ്യണം. 25 × 30 43. കറക്റ്റ് 43 യൂണിറ്റ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഒരു യൂണിറ്റ് 100 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ കറണ്ട് ഇൻകം എന്ന് പറയുന്നത് 1800
1800 2500 ആയിരിക്കും. ഓക്കെ, നമ്മുടെ ആൻസർ കഴിഞ്ഞു. ഓക്കെ, നമ്മൾ ആ നേരത്തെ ചെയ്തതുപോലെ നമ്മൾ പറഞ്ഞു ഫ്രാക്ഷൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ അഡീഷനും ഇതൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ വരും. അപ്പോൾ അത് ഒഴിവാക്കാനാണ് ഈ LCM മെത്തേഡ് ചെയ്യുന്നത്. ഓക്കെ, അത്രയേ ഉള്ളൂ, നമ്മൾ ചെയ്യുന്ന ഇത്രയേ ഉള്ളൂ. കറണ്ട് ഇയർ ഇൻകം പ്രീവിയസ് ഇയർ ഇൻകത്തിൻ്റെ റേഷ്യോ 3:5 തന്നിട്ടുണ്ട്. അപ്പോൾ ആ റേഷ്യോയിലേക്ക് നമ്മൾ ഇപ്പോഴത്തെ നമുക്ക് 2 റേഷ്യോ ഉണ്ടല്ലോ, പ്രീവിയസ് ടു കറണ്ട് അങ്ങനെ 2 റേഷ്യോ ഉണ്ട്. അപ്പോൾ അതിലെ പ്രീവിയസ് ഇയറിൻ്റെ ടേമിനെ നമ്മൾ ഗിവൺ തന്നിട്ടുള്ള വാല്യൂവിന് സെയിം ആക്കുക. ആ സെയിം ആക്കുമ്പോഴേക്ക് നമുക്ക് റൈസ് ചെയ്യുള്ളത് കറണ്ട് ഇയർ കിട്ടുന്നത് 2 നമ്പേഴ്സ് ഉണ്ട് അല്ലേ, അതിൻ്റെ റേഷ്യോ ആയിരിക്കും കറണ്ട് ഇയർ റേഷ്യോ ഓഫ് A:B എന്ന് പറയും. അതിന് വേണ്ടിയാണ് നമ്മൾ ഈ പരാക്രമണം ചെയ്തത്. എന്താ ചെയ്തതിപ്പം ഒന്നുകൂടെ നോക്കാം. LCM എടുത്തു, കറണ്ട് റേഷ്യോൻ്റെ LCM എടുത്തു. അത് 2, 4. ആ 2, 4 LCM എത്രയാണ്? 4 ആണ്. ആ 4നെ കൊണ്ട് നമ്മുടെ ഈ 3, 5 രണ്ടിനെയും മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ എനിക്ക് എന്തും 12ഉം 20ഉം കിട്ടും. 12, 20 കിട്ടി. ആ 12, 20 അപ്പം നമ്മൾ എന്ത് ഇടും? 2:3 ഈ റേഷ്യോ എടുത്തു. ഈ 2നെ 12 ആക്കാൻ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ 3ന് ഞാൻ എന്ത് ചെയ്യണം? 6 കൊണ്ട് മൾട്ടിപ്ലൈ, അങ്ങനെയാണെങ്കിൽ 18 കിട്ടിയത്. ഇനി 4:5 20ആണ് ഇവിടെ കിട്ടുന്നത്. ഈ 4നെ ഞാൻ 5 ആക്കാൻ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഈ 5ന് ഞാൻ എന്തുകൊണ്ട് 5 കൊണ്ട് മൾട്ടിപ്ലൈ, അങ്ങനെ 25 കിട്ടും. അപ്പോൾ പുതിയ റേഷ്യോ 18:25. ഓക്കെ, ക്ലിയർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നമ്മൾ നേരത്തെ ചെയ്ത അതേ ക്വസ്റ്റ്യൻ ആണ്, പക്ഷേ എന്താ കൂടിയത്? ആളുകളുടെ എണ്ണം കൂടി. ആദ്യത്തെ റേഷ്യോ നോക്കാം, 3, 4, 5. 3, 4, 5 3:4:5. ഓരോ റേഷ്യോ എടുക്കാം. 4:5. ആദ്യത്തെ കേസിൽ 4:5 വരും. 4:5 ഞാൻ റേഷ്യോ എഴുതുന്നില്ല, അതിനിടയ്ക്ക് റേഷ്യോ ഉണ്ടെന്ന് വിശ്വസിച്ചാൽ മതി. ഓക്കെ, 4:5. രണ്ടാമത്തേൽ 2:3, 2:3. നെക്സ്റ്റ് 3:4. 3:4. എന്തായി 3:4? ഇതൊന്ന് ഈ റേഷ്യോ എന്നാൽ താഴത്തെ 2 നമ്പേഴ്സുള്ള റേഷ്യോ എന്ന് പറഞ്ഞാൽ പ്രീവിയസ് ഇയർ ടു കറണ്ട്. ഇതെന്ന് പറയുന്നത് 3:4:5 എന്ന് പറയുന്നത് പ്രീവിയസ് ഇയർ ABCയുടെ പ്രീവിയസ് ഇയർ റേഷ്യോ. എനിക്കെന്താ കണ്ടുപിടിക്കേണ്ടത്? ടോട്ടൽ ഇൻകം ഓഫ് കറണ്ട് ഇയർ ആണ് തന്നിട്ടുള്ളത്. കറണ്ട് ഇൻകം തന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം? കറണ്ട് ഇൻകത്തിൻ്റെ റേഷ്യോ കണ്ടുപിടിക്കണം. കറണ്ട് ഇൻകത്തിൻ്റെ A:B:C റേഷ്യോ കണ്ടെത്തണം. അതിന് വേണ്ടിയാണുള്ള പരിപാടി നമ്മൾ ചെയ്ത പോലെ തന്നെ ചെയ്യാം. ഇവിടെ ഏതിൻ്റെ LCM എടുക്കേണ്ടത്? ഈ 4, ഈ 2, ഈ 3ൻ്റെ LCM എത്രയാണ്? 4, 2, 3ൻ്റെ LCM 12 ആണ്. ആ 12 കൊണ്ട് ഞാൻ ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യണം. ഈ റേഷ്യോനെ കംപ്ലീറ്റ് ചെയ്യാൻ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ആ പുതിയ റേഷ്യോ എന്തായി മാറും? 36:48 36:48 60 കിട്ടും അല്ലേ? 36, 48, 60 എന്ന് കിട്ടും. 36, 48, 60 എന്ന് കിട്ടും. ഇനി നമ്മൾ നേരത്തെ ചെയ്തത് എന്താണ്? ഈ 4ന് ആദ്യത്തെ റേഷ്യോ എടുത്തു. ഈ 4ന് ഞാൻ ഈ 36 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ഈ 5ന് ഞാൻ എന്ത് ചെയ്യണം? 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ എനിക്ക് 45 കിട്ടും. ഓക്കെ, ഈ രണ്ടാമത്തെ കേസ് 48ഉം ഈ 2ഉം. ഈ 2നെ ഞാൻ 48 ആക്കാൻ 24 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അങ്ങനെയാണ് ഈ 3നെ ഞാൻ 24 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും, 72 കിട്ടും. ഓക്കെ, അടുത്ത റേഷ്യോ 3:4ഉം ഈ 60ഉം. ഈ 3നെ ഞാൻ 60 ആക്കാൻ 20 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ 4നെ 20 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 80 കിട്ടും. 8. ഇതാണ് നമ്മുടെ കറണ്ട് ഇയറിൻ്റെ റേഷ്യോ. 45:72:80 ആണ് കറണ്ട് ഇയറിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത്. എത്രയാണ്? 45:72:80. നമുക്ക് കോമൺ ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ 7, 9, 4, 9 ഇല്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇതാണ് ടോട്ടൽ എന്ന് പറയുന്നത്. നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? കറണ്ട് ടോട്ടൽ ഇൻകം എത്രയാണ്? 985 അല്ലേ? അപ്പോൾ ടോട്ടൽ എത്ര കിട്ടുക? 80, 152, 197 യൂണിറ്റാണ് കിട്ടുക. 197 യൂണിറ്റാണ് ഈ 985 20. അപ്പോൾ നമുക്ക് 197 × 5 ചെയ്ത് നമുക്ക് എത്ര കിട്ടും? 985 കിട്ടും. അപ്പോൾ ഒരു യൂണിറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 1 യൂണിറ്റ് എന്ന് പറയുന്നത് 500 ആണ്. 1 യൂണിറ്റ് 500 ആണ്. നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? ക്വസ്റ്റ്യൻ B+C ആണ്. B+C എന്ന് പറയുന്നത് 72 152 × 500 ചെയ്ത് കഴിഞ്ഞാൽ ആൻസറായി. ഓക്കെ, 152 × 500 ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആൻസറായി. ക്ലിയർ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 64 divides into 2:4:x. Then smallest part is 10/2/3. സ്മോളസ്റ്റ് പാർട്ട് എത്രയാണ്? 10/2/3 ആണ്. സ്മോളസ്റ്റ് പാർട്ട് 10/2/3 ആണ്. ഫൈൻഡ് എക്സ്. എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് സ്വാഭാവികം നമ്മൾ ഓപ്ഷനിലേക്ക് നോക്കുക. എത്രയാണ്? 5/1/3, 51/3 അല്ല, 5/1/3, 6, 10/2/3, 20. ഇത് ഒന്നും എന്താണ് 2നേക്കാൾ കുറവായിട്ട് വരുന്നില്ലല്ലോ.
ഇല്ല. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം എക്സ് അല്ല ഏറ്റവും ചെറുത്. ഏതാണ് ഏറ്റവും ചെറുത്? 2 യൂണിറ്റാണ് ഏറ്റവും ചെറുത് അല്ലേ? ഇതിലെ ഈ റേഷ്യോയിലെ 2ആണ് ഏറ്റവും ചെറുത്. എക്സിൻ്റെ വാല്യൂ ആണ് നമുക്ക് കണ്ടെത്തേണ്ടത്. ആ റേഷ്യോയിലെ എക്സ് എന്ന വാല്യൂ, ആ എക്സിൻ്റെ വാല്യൂ 2നേക്കാൾ ചെറുത് എവിടെയെങ്കിലും വരുന്നുണ്ടോ? ഇല്ല. എ ബി സി എക്സിനേക്കാൾ ചെറുത് വരുന്നില്ല. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് മനസ്സിലാക്കാം ഈ 2ആണ് ഏറ്റവും ചെറുത്. 2ൻ്റെ സ്ഥാനത്ത് വരുന്ന നമ്പറാണ് ചെറുത്. അപ്പോൾ 2 യൂണിറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 2 യൂണിറ്റ് 10/2/3. 10/2/3 എന്ന് പറഞ്ഞാൽ 30, 32/3 അല്ലേ? 32/3 ആണ് 2 യൂണിറ്റ്. ഓക്കെ, അടുത്ത നമ്പർ നോക്കാം. 4 യൂണിറ്റ് ആണ് രണ്ടാമത്തെ റേഷ്യോ. 4 യൂണിറ്റ്. അപ്പോൾ 4 യൂണിറ്റ് എത്രയായിരിക്കും? 2 യൂണിറ്റ് 32/3 ആണെങ്കിൽ 4 യൂണിറ്റ് 64/3. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് നോക്കി എത്ര കിട്ടും നമുക്ക്? 96 അല്ലേ? 2 യൂണിറ്റ് പ്ലസ് 4 യൂണിറ്റ് എത്ര കിട്ടും? 6 യൂണിറ്റ്. 6 യൂണിറ്റ് എന്ന് പറയുന്നത് 96. അപ്പോൾ 96/3 എന്ന് പറഞ്ഞാൽ 6 യൂണിറ്റുകൾ 96/3. 96/3 എത്രയാണ്? 9/5 കറക്റ്റായിട്ട് പോകും. എത്ര കിട്ടും? 32. 32 ആണ് 6 യൂണിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, 6 യൂണിറ്റാണ് എത്ര? 32 എന്ന് പറയുന്നത്. ബാക്കി നമുക്ക് എത്രയുണ്ട്? ടോട്ടൽ 64 ആണ്. അപ്പോൾ ബാക്കി 32 ആണ് വേണ്ടത് അല്ലേ? ബാക്കി എത്ര വേണം? 32 വേണം. അങ്ങനെയാണെങ്കിൽ 32 എന്ന് പറയുന്നത് എത്ര യൂണിറ്റ് ആയിരിക്കും? 6 യൂണിറ്റ് ആയിരിക്കും അല്ലേ? 6 യൂണിറ്റ് ഓൾറെഡി നമുക്ക് 32 കിട്ടി. അപ്പോൾ സ്വാഭാവികമായിട്ടും അടുത്ത നമ്പർ എന്ന് 6 യൂണിറ്റ് ആയിരിക്കും. അടുത്ത നമ്പർ എന്നാൽ മാത്രമേ 32 കിട്ടുള്ളൂ. 32 ആണ് 64 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ 6 യൂണിറ്റ് ആണ് നമുക്ക് അടുത്ത നമ്പർ. 6 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എക്സിൻ്റെ വാല്യൂ എത്രയായിരിക്കും? എക്സ് ഈക്വൽ ടു 6. എക്സ് ഈക്വൽ ടു 6. ഓക്കെ, ക്ലിയർ. നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നോക്കാം. As 600 is divided among A, B, C so that 40 more than 2/5 of A share and 20 more than 2/7 of B share and 10 more than 9/17 of C share are equal, then A share is. ഓക്കെ, ഇത് കുറച്ച് ലെങ്തി ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ കൺവെൻഷണൽ മെത്തേഡിൽ വെച്ച് ചെയ്യേണ്ട ക്വസ്റ്റ്യൻ ആണ്. അപ്പം ടൈം എടുക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യാൻ നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്. 600 ടോട്ടൽ 600 ആണുള്ളത്. എ ബി സി ഡിവൈഡ് ചെയ്യാണ്. അത് ക്വസ്റ്റ്യൻ 2/5 ഓഫ് എ പ്ലസ് 40. 2/5 ഓഫ് എ പ്ലസ് 40 is equal to next 20 more than 2/7 of B. 2/7 of B plus 20 is equal to എത്രയാണ് വരിക? 9/17 of C plus 10 അല്ലേ? 9/17 of C plus 10. ഓക്കെ, ഇതെല്ലാം ഈക്വൽ ആണെന്നാണ്. ഞാൻ ചുമ്മാ ഒരു ഈക്വൽ ടു ഒരു കെ എന്ന വാല്യൂ ഇട്ട് കൊടുത്തു. പക്ഷെ നമ്മൾ കാൽക്കുലേഷന് വേണ്ടിയിട്ട് കെക്ക് വേണമെങ്കിൽ ഒരു കോയിഫിഷ്യൻ്റ് ഇട്ട് കൊടുക്കും. ഓക്കെ, അത് ഡയറക്റ്റ് കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ചില ഫ്രാക്ഷൻ വരും. അപ്പോൾ അത് ഒഴിവാക്കാൻ ഞാൻ എന്ത് ചെയ്യുന്നു? ഒരു കോയിഫിഷ്യൻ്റ് ഇട്ട് കൊടുക്കും. കോയിഫിഷ്യൻ്റ് എത്ര ഇട്ട് കൊടുക്കണമെന്ന് വെച്ചാൽ ഇവിടെ കാണുന്ന 2, ഈ 2, ഈ 9 ന്യൂമറേറ്ററിൻ്റെ ആ ഫ്രാക്ഷൻ്റെ ന്യൂമറേറ്ററിൻ്റെ LCM എടുക്കുക. എത്രയാണ്? 18 അല്ലേ? 2, 2 9ൻ്റെ LCM 18 ഈക്വൽ ടു 18K എന്ന് ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഈക്വൽ ടു 18K എന്ന് ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഓക്കെ, അപ്പോൾ ഞാൻ ആദ്യത്തെ ഈ ഒരു പോർഷൻ ഈക്വൽ ടു 18K, ഈ ഒരു പോർഷൻ ഈക്വൽ ടു 18K, മൂന്നാമത്തെ പോർഷൻ ഈക്വൽ ടു 18K എന്ന് വരും അല്ലേ? അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു? അതിൽ നിന്ന് ആദ്യത്തെ പോർഷനിൽ നിന്ന് ആണ് 2/5A പ്ലസ് 40 ഈക്വൽ ടു 18K എന്ന് കിട്ടൂലേ? അതിൽ ഞാൻ എൻ്റെ വാല്യൂ കണ്ടു. എൻ്റെ വാല്യൂ എത്ര വരിക? 18K എന്ന 40 അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ 40 18K മൈനസ് 40 ഇൻറ്റു 2/5 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 5/2 വരും. അപ്പോൾ എ ഈക്വൽ എന്താണ്? ഇതാണ് എ എന്ന് പറയുന്നത്. ഇതാണ് എ എന്ന് പറയുന്നത്. ഇനി ബി എത്രയായിരിക്കും? ബി എന്ന് പറയുന്നത് 18K മൈനസ് 20 ഇൻറ്റു 7/2. ഇതായിരിക്കും ബി എന്ന് പറയുന്നത്. ഇത് ടോട്ടൽ ഇതാണ് എ, ഇത് ബി. അടുത്ത നെക്സ്റ്റ് എന്താണ്? ഇത് സി. 18K മൈനസ് 10 18K മൈനസ് 10 18K മൈനസ് 10 ഇൻറ്റു 17/9 ഇതാണ് സി എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് സി എന്ന് പറയുന്നത്. ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം എ പ്ലസ് ബി പ്ലസ് സി ഈക്വൽ എത്രയാണ്? 600 അപ്പോൾ നമ്മൾ ഈ 3 ടേമിനെയും ഇവിടെ പ്ലസ് ഇവിടെ പ്ലസ് ഇവിടെ പ്ലസ് ഇവിടെ പ്ലസ്. ഓക്കെ, ഇത് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എത്ര കിട്ടും? 600 കിട്ടും. ഓക്കെ, അതായത് 18K മൈനസ് 40 ഇൻറ്റു 5/2 പ്ലസ് 18K മൈനസ് 20 ഇൻറ്റു 7/2 പ്ലസ് 18K മൈനസ് 10 ഇൻറ്റു 17
ബൈ 9 ഈക്വൽ ടു 600 600 എന്നിട്ട് കൊടുക്കുക. അതിൽ നിന്ന് കെൻ്റെ വാല്യൂ കണ്ടെത്തുക. എന്നിട്ട് എന്ത് ചെയ്യുക, എ കാണാൻ ഏതാണോ കാണേണ്ടത് അവിടെ കെൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട്. ഇപ്പോൾ ഇവിടെ എ ആണ് കാണണമെങ്കിൽ ഈ ഭാഗത്ത് എന്ത് ചെയ്യാം, കെൻ്റെ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് നമുക്ക് എ കിട്ടും, കെൻ്റെ വാല്യൂയുടെ സബ്സ്റ്റിറ്റ്യൂട്ട് ബി കിട്ടും, കെൻ്റെ വാല്യൂയുടെ സബ്സ്റ്റിറ്റ്യൂട്ട് സി കിട്ടും. ഓക്കെ, ഇതാണ് പ്രൊസീജിയർ. അപ്പോൾ നമ്മൾ അവിടെ കെ എത്രയാണോ കിട്ടുന്നത് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്നിട്ടും അതിൻ്റെ ആൻസർ കിട്ടും. ഓക്കെ, ഇത് നമുക്ക് ചില ക്വസ്റ്റ്യൻസിൽ ചില ഓപ്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, എങ്ങനെ ചെയ്യാൻ പറ്റുമോ, ഇപ്പോൾ 3 ഓപ്ഷൻ നമുക്കത് നമ്മൾ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് എ ബി സിൻ്റെ വാല്യൂ ആണ് തന്നിട്ടുണ്ടെങ്കിൽ അതാണ് ചോദിച്ചതെങ്കിൽ ഓപ്ഷനിൽ എന്താണ് 4 ഓപ്ഷനിൽ എ ബി സി 3 പെയറായിട്ട് വാല്യൂസ് ഉണ്ടാവും അല്ലേ. അപ്പോൾ നമ്മൾ നമ്മുടെ ഈ പ്രൊസീജിയർ ചെയ്യുന്നതിന് പകരം നമ്മുടെ ക്വസ്റ്റ്യനിൽ എന്താണ് ആ ക്വസ്റ്റ്യനുള്ള സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതായത് ഇപ്പം എ ബി സി ഒരു വാല്യൂ ഉണ്ടാവുമല്ലോ, 1000 2000 3000 ആണെങ്കിൽ നമ്മൾ ജസ്റ്റ് നോക്കുക. ആദ്യത്തെ ഓപ്ഷൻ 1000 2000 3000 ആണെങ്കിൽ ജസ്റ്റ് നോക്കുക, എൻ്റെ 2/5 എടുക്കുക, 1000-ന് 2/5 എടുക്കുക. ഓക്കെ, നമുക്ക് അധികം ആ ലെവൽ റേഞ്ചിലുള്ള വാല്യൂസ് ആയിരിക്കും തരും. ഡയറക്റ്റ് നമുക്ക് 2/5 ഒക്കെ കാണാൻ പറ്റുന്ന രീതിയിൽ ആ 2/5നോട് ഒരു 40 കൂട്ടിയിട്ട് ബി കിട്ടുന്നുണ്ടോ നോക്കുക. അപ്പോൾ ചിലപ്പോൾ ആദ്യത്തെ ഓപ്ഷനിൽ കിട്ടുന്നുണ്ടാവും, അപ്പോൾ നമുക്ക് ആ ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്യാം, അടുത്ത ഓപ്ഷൻ പോവാം. അങ്ങനെ നമുക്ക് ആ ഈ നമ്മൾ തന്നിട്ടുള്ള കേസ് സാറ്റിസ്ഫൈ ആവുന്നുണ്ടോ നോക്കിയിട്ടും എന്ത് ചെയ്യാം, ഈ ക്വസ്റ്റ്യനിലേക്ക് ടാക്കിൾ ചെയ്യാം. അല്ലെങ്കിൽ ചില കേസിൽ നമുക്ക് ഈ തന്നിക്ക് റേഷ്യോ എ ബി സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഇപ്പോൾ ഇവിടെ 70ൻ്റെ റേഷ്യോ 70ൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. അതുപോലെ ഇവിടെ 7ൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. ബി എന്ന് അതായത് എൻ്റെ ഷെയർ എന്ന് പറയുന്നത് 7ൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. ഓക്കെ, ആ ഓപ്ഷൻ കണ്ടാൽ നമുക്ക് ഈസി ആയിട്ട് കുത്താൻ പറ്റും. 7ൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കും എ എന്ന് പറയുന്നത്. ബി എന്ന് പറയുന്നത് 70ൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. സോറി എ എന്ന് പറയുന്നത് 2/5 അല്ല, 2/5 പറയുമ്പോൾ എ എന്ന് പറയുന്നത് 5ൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. എ എന്ന് പറയുന്നത് 5ൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. ബി 7ൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. സി 70ൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. അപ്പോൾ നമ്മൾ ഓപ്ഷനിൽ ഇപ്പം 3 ചോദിച്ചു, അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്നേ ചോദിച്ചിട്ടുള്ളൂ. ഓക്കെ, ഇവിടെ എ ആയതുകൊണ്ട് 5ൻ്റെ മൾട്ടിപ്പിൾ ആവണമെന്ന് ചിലപ്പം ഓൾമോസ്റ്റ് എല്ലാം 5ൻ്റെ മൾട്ടിപ്പിൾ ആവാൻ സാധ്യതയുണ്ട്. കാരണം 0 ആയിരിക്കും എൻ്റെ അധികം. ഇനി 7ൻ്റെ മൾട്ടിപ്പിൾ ആണ് പോസിബിലിറ്റി കുറവാണ്, നമുക്ക് ഓപ്ഷന് വേണ്ടിയിട്ട് ഇത് ഈസി ആയിട്ട് കണ്ടെത്താം. അതുപോലെ 70ൻ്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് കണ്ടെത്താം. അപ്പം ബിയും സിയും ആണ് ഇതിൽ ചോദിച്ചെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ എളുപ്പമായിട്ട് ഈ ക്വസ്റ്റ്യനെ അപ്രോച്ച് ചെയ്യായിരുന്നു. ഓക്കെ, ഡയറക്റ്റായിട്ട് 10 സെക്കൻഡ് ആണെങ്കിൽ ചെയ്യാം. എൻ്റെയും 70ൻ്റെയും മൾട്ടിപ്പിൾ ആണെന്ന് നോക്കിയാൽ ബിയും സിയും കിട്ടും. എ 5ൻ്റെ ഓൾമോസ്റ്റ് എല്ലാം 5ൻ്റെ മൾട്ടിപ്പിൾ ആവാൻ സാധ്യത. ഓക്കെ, ആ ഒരു റേഞ്ചിലായിരിക്കും തരിക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇതുപോലെ എൻ്റെ വാല്യൂ കണ്ടെത്തേണ്ടി വരും. എൻ്റെ വാല്യൂ മാത്രമാണ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ 3 വാല്യൂസ് ഉണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ക്വസ്റ്റ്യൻ സാറ്റിസ്ഫൈ ആവുന്നുണ്ടെന്ന് നോക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ റേഷ്യോ പ്രൊപ്പോർഷൻ്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത് കുറച്ച് അഡ്വാൻസ് ലെവലാണ്, ടയർ 2 ലെവൽ ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്കൊരു പുതിയ ചാപ്റ്ററുമായിട്ട് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.